بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانه سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراء ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم الراحمون يرحمهم الرحمن. दर्द दिल के वास्ते पैदा किया है इंसान को दर्द दिल के वास्ते पैदा किया है इंसान को वरना ताअत के लिए कुछ कमनते करो बिया. सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम. सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम. अल्लाहुम्मा सल्ली अला मुहम्मद या रब्बी सल्ली अलैहि वसल्लम. ആദരണീയരായ
വേദിയുടെ അധ്യക്ഷൻ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും ഒക്കെ ആശയാദർശ പ്രചരണ രംഗത്ത് കടലിനിക്കരയും സുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ എൻ്റെ പ്രിയ സഹപ്രവർത്തകനും സുഹൃത്തുമൊക്കെയായ ഷുഐബ് തങ്ങൾ അവറുകളെ, വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അതിന്റെ കീഴ്ഘടകങ്ങളുടെയും ഒക്കെ SKSSFന്റെയും എല്ലാം പ്രവർത്തനങ്ങൾക്ക് സജീവ നേതൃത്വം നൽകുന്ന ഈ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ കൂടെയായ ആദരണീയരായ KT അബ്ദുൽ ഖാദർ സാഹിബ്, ഈ വേദിയിൽ കണ്ണൂർ ജില്ലാ സഹചാരി നടത്തുന്ന സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഹ്രസ്വമെങ്കിലും വളരെ വിപുലമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അത് സംബന്ധമായി വിശദീകരണം നടത്തിയ ആദരണീയരായ കണ്ണൂർ ജില്ലാ SKSSFന്റെ പ്രസിഡന്റ്, എന്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമൊക്കെയായ അബ്ദുസലാം ദാരിമി കിണവക്കൽ, അതുപോലെ പ്രവാസ ജീവിതത്തിലും ഈ വിശുദ്ധമായ സന്ദേശത്തെയും ആശയത്തെയും ഹൃദയത്തോട് നെഞ്ചോട് ചേർത്തു പിടിച്ച് സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരിൽ പ്രധാനിയായ എന്റെ പ്രിയ സുഹൃത്ത് സഹോദരൻ ആദരണീയരായ കുട്ടിൽ അബ്ദുള്ള ദാരിമി, വേദിയിൽ ഉപവിട്ടരായ കണ്ണൂർ ജില്ലാ സമസ്തക്കൊരു താങ്ങും തണലുമായി വർത്തിക്കുന്ന ആദരണീയരായ P ഇസ്മായിൽ സാഹിബ്, അതുപോലെ എന്റെ പ്രിയ സഹോദരൻ ബഷീർ അഡാൻ, വേദിയിൽ ഉപവിട്ടരായ എന്റെ പ്രിയ സഹോദരൻ വിഖായ വളണ്ടിയേഴ്സ് ഇതിന്റെ ക്യാപ്റ്റനും, അതേപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും SKSSFന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന പ്രിയ സഹോദരൻ ഷറഫുദ്ദീൻ ഹുദവി സാബ്, അതുപോലെ ഒരുപാട് സമുന്നതരായ നേതാക്കൾ ഈ വേദിയിലുണ്ട്. പലരുടെയും പേരെനിക്കറിയുന്നില്ല എന്നത് എന്നെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാവരുടെയും പേരും അവരെ കൃത്യമായ കാര്യങ്ങളും അറിയേണ്ട ആളാണ് ഞാൻ എന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയിൽ നിസ്തുലമായ സേവനം ചെയ്തവരായിരിക്കും നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന നേതാക്കൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്റെ പിതാവ് എന്റെ ശരീരത്തിന്റെ പിതാവാണെങ്കിൽ ആത്മീയമായി നേടിയ വല്ല ഔന്നത്യവും നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടിയതിന്റെ പിന്നിലെല്ലാം നിങ്ങളുടെ വിയർപ്പിന്റെ കഠിനാധ്വാനത്തിന്റെ, നിങ്ങളുടെ വിയർപ്പിന്റെ ഒക്കെ ഗന്ധമുണ്ട് എന്നല്ല, അതിന്റെ രുചിയുണ്ട് എന്ന് വ്യക്തമായ തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് സുഖിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ചെയ്യുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒക്കെ അതാണ്, എല്ലാം അങ്ങോട്ടാണ് മടങ്ങുന്നത്. ഒക്കെ ചെറിയ പേര് ഉപവിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാറ്റിന്റെയും മടക്കം 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പടുത്തുയർത്തി നമ്മിലേക്ക് സമർപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധ ദീനിന്റെ വഴിയിലേക്കാണ് എല്ലാം ചെന്നു ചേരുന്നത്. അല്ലാഹു ആ വഴിയിലുള്ള പരസ്പരം സ്നേഹം കൈമാറി ബന്ധം സുദൃഢമായി നിലനിർത്തി ജീവിക്കുന്ന സമൂഹമായി അല്ലാഹു നമ്മെ നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നറിയാതെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 11:30 വരെയാണ് ഹോട്ടലിന് സമയം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. 11:30 മണിയാകുമ്പോഴേക്ക് സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞിരിക്കണം എന്നാണ് നിർദ്ദേശം. ഈ സമയത്ത് നിങ്ങളോട് വഅദ് പറയുകയാണോ, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ ബോധവൽക്കരിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷനിലാണ് ഞാനുള്ളത്. ഒരു കാര്യം എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്ത്, ഈ കൊല്ലത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ കൂടെയുള്ള ഹജ്ജാണ്. 10-15 വർഷം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാനായി മക്കയിൽ പോയപ്പോഴും എന്റെ ഭാര്യയെ എന്നോടൊപ്പം കൂട്ടാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് അല്ലാഹു അവസരം നൽകിയത് ഈ വർഷമാണ്. ഹജ്ജ് കഴിഞ്ഞ് നേരെ ദുബൈയിലേക്കാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ സഹചാരിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 കാര്യം ചിന്തിച്ചു. 3 മക്കളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ മോൾ 2.25 വയസ്സേ പ്രായമാണ്. ഹജ്ജിന് പോകുന്നത് എങ്ങനെ അവളെ പരിചയപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞു നോക്കാം. അങ്ങനെ പറയും, ഇപ്പൊ ഇമ്മേ ഹജ്ജിന് പോയാ നീ എവിടെ നിൽക്കുന്നു ചോദിക്കും. 2.25 വയസ്സായ കുട്ടിക്ക് എന്ത് ഹജ്ജ, എന്ത് അറഫയാൻ, എന്ത് മിനയാൻ എനിക്കറിയാം. പക്ഷേ ഞാനങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പറയും ഉമ്മമാന്റെ അടുത്ത് നിൽക്കുന്നു. എങ്ങനെ അവളത് പറഞ്ഞു എന്ന് അറിയില്ല. പക്ഷേ ഹജ്ജിന് പുറപ്പെടുന്ന ദിവസം അവൾക്ക് മനസ്സിലായി ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ കൂടെ കൂടി കരഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്നത് കാണുമ്പോൾ. അപ്പൊ എനിക്ക് വല്ലാത്ത പ്രയാസമായി. കരച്ചിൽ കേട്ട് പോകാൻ കഴിഞ്ഞില്ല. അവർ മക്കളെ കൂട്ടി ഭാര്യ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കുട്ടി കരയുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങും. ഞാൻ പറഞ്ഞു, റബ്ബേ, ഈ കരച്ചിൽ കേട്ട് എങ്ങനെ പോകാൻ കഴിയും? ഞാനിപ്പോൾ ചിന്തിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ വിട്ടേച്ചു പോകാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ച ആ പരീക്ഷണത്തിന്റെ തീക്ഷ്ണത എത്ര ഗംഭീരമായിരിക്കും എന്ന് 3 മക്കളുടെ പിതാവായി ഞാൻ ചിന്തിച്ചത് ഏകമകന്റെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാനസികമായ പ്രയാസം എത്രയുണ്ടാകും എന്നൊരു പിതാവായി ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതാണ്. ഞാൻ ഓർക്കുന്നത്, വന്നിട്ട് 1 കൊല്ലം അല്ലെങ്കിൽ 8 മാസമായി ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നറിഞ്ഞ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ കഴിയാതിരിക്കുന്ന പ്രവാസി സഹോദരങ്ങളായ നിങ്ങളുടെ മാനസികമായ പ്രയാസത്തെക്കുറിച്ചും നിങ്ങളുടെ മാനസികമായ ആ വിഷയത്തിലെ മാനസികമായി നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ച് ചിന്തിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നതും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ കുട്ടിയെ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ കയറ്റണം. ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഈ കരച്ചിൽ കേട്ട് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും? എങ്ങനെ എന്റെ വിശുദ്ധമായ മക്കയിലേക്ക് വരാൻ കഴിയും? അറിയില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഞാൻ വിചാരിക്കാൻ. രാവിലെ ഒരിക്കലും എന്റെ മകൾ ഉറങ്ങാറില്ല. വണ്ടിയിൽ കയറി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ചോദിച്ചു. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീമും കയ്യിൽ പിടിച്ച് ഭാര്യാമാതാവിന്റെ മടിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാഹു ഉറക്കി തന്നതാകും എന്നാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ചിന്തിച്ചു, ഈ മകളെ വിട്ടുപോകുന്ന നമ്മൾ എത്രയും പെട്ടെന്ന് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലണം എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം. വേഗം നാട്ടിലേക്ക് എത്തണം. മാത്രമല്ല, ഇപ്പോ ഇതുവരെ ഹജ്ജ് കഴിയുന്നവരെ വിളിച്ചാൽ മോള് ഫോൺ എടുക്കുമായിരുന്നു. ഹജ്ജ് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. 2.25 വയസ്സുള്ളൂ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഒന്നും പറയില്ല ഫോൺ. അപ്പോ ഭാര്യ വീട്ടിൽ നിന്നവർ പറഞ്ഞത്, ഇപ്പൊ ഒക്കെ ടെൻഷനാണ്, ഉമ്മച്ചെപ്പിള വരാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഉപ്പച്ചെപ്പിള വരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു, നാട്ടിലേക്ക് പോകണോ ഇങ്ങോട്ട് വരണോ? പക്ഷെ ഞാൻ ആലോചിച്ചത്, കണ്ണൂർ ജില്ലയിൽ ഞാൻ ഓർക്കുന്നു, ഞാൻ എന്റെ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരാൾ പള്ളിയിൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഈമാനോടുകൂടെ വേഗം മരിക്കാൻ ദുആ ചെയ്യണം. ഈമാനോടുകൂടെ എന്നെ വേഗം മരിപ്പിക്കാൻ ദുആ ചെയ്യണം. അങ്ങനെ പല ആളുകളും പറയാറില്ല, ഈമാനോടെ മരിക്കാൻ ദുആ ചെയ്യണം എന്ന് പറയാറുള്ള അനുഭവമാണ് എന്റെ ജീവിതത്തിലുള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈമാനോടുകൂടെ വേഗം എന്നെ മരിപ്പിക്കാൻ ദുആ ചെയ്യണം എന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനൊരു കിഡ്നി രോഗിയാണ്. 1 മാസത്തിൽ 10 തവണ ഡയാലിസിസ് ചെയ്യണം. 1 തവണ ഡയാലിസിസ് ചെയ്യാൻ ഞാൻ ഓർക്കുന്നു 3 വർഷങ്ങൾക്ക് മുമ്പാണ് 1500 റുപ്യ വേണം എനിക്ക്. വണ്ടിയുടെ ചെലവതിന്റെ പുറമെ വേണം. ഈ 1500-ന് ഒരു ഗതിയും എനിക്കില്ല. അപ്പൊ ഞാൻ സമൂഹത്തിന് ഭാരമാകുന്നതിലും നല്ലത് ഞാൻ മരിച്ചു പോകലാണല്ലോ എന്ന് കരുതി ഞാൻ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, എന്നെ നീ വേഗം മരിപ്പിച്ചു തരണേ എന്നാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇവിടെ ആലോചിച്ചു, എന്റെ പൊന്നുമക്കളെ കാണാൻ ഞാൻ തിരിച്ചു പോകണം. അതേപോലെ ഇങ്ങനെയുള്ള ജീവനും മരണത്തിനും ഇടയിൽ കിടന്ന്
പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒരു രണ്ട് വാക്കു പറയാൻ നിങ്ങൾ ഒരാഴ്ച ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ രണ്ട് ചിന്തകൾക്കിടയിൽ, ഈ രണ്ട് പ്രയാസങ്ങൾക്കിടയിൽ, ഈ രണ്ട് വഴികൾക്കിടയിൽ ഞാൻ ഏത് തെരഞ്ഞെടുക്കണം എന്ന് ചിന്തിച്ചു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി, മരണത്തോട് മല്ലടിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വാക്കു പറയാൻ കഴിഞ്ഞെങ്കിൽ അതായിരിക്കട്ടെ ഈ യാത്രയിൽ ഏറ്റവും പ്രധാനമെന്ന് കരുതി നേരെ സൗദി അറേബ്യയിൽ നിന്ന് വന്നത് ഇങ്ങോട്ടാണ്. സാധാരണ ഹജ്ജ് കഴിഞ്ഞ് ഞാൻ ചെന്നാൽ ആദ്യം കാണാറുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെയാണ്. ഉമ്മയെടുത്ത് കയറിയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. അല്ലെങ്കിൽ ഉമ്മ അധികവും എന്റെ വീട്ടിലായതുകൊണ്ട് എന്റെ വീട്ടിലുണ്ടാവാറുണ്ട്. ആദ്യം കാണുന്ന മുഖം എന്റെ ഉമ്മയുടെ മുഖമാകണം എന്നത് എന്റെ താല്പര്യമാണ്. മാത്രമല്ല പിന്നെ ഞാൻ ചെയ്യാറുള്ളത് മരിച്ചുപോയ പിതാവിന്റെ ഖബറിന്റെ അടുത്ത് പോകാറാണ്. വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ പിതാവിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകാറാണ്. ഈ യാത്ര തികച്ചും വിരുദ്ധമാണ്. അതിന്റെ കാരണം 10-15ഓളം കൊല്ലമായി പള്ളിയിൽ ഇരിക്കുമ്പോൾ ഓരോ ആഴ്ചയും പള്ളിയിലേക്ക് കയറി വരുന്ന യാതനകളുടെ വേദനകളുടെ ഇടയിൽ കിടന്ന് വീർപ്പുമുട്ടുന്നവർക്ക് വേണ്ടി ഒരു രണ്ടക്ഷരം പറയാൻ കഴിഞ്ഞെങ്കിൽ എന്ന ചിന്ത മാത്രമാണ് എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ എന്നെ എത്തിച്ചത് എന്ന കാര്യം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഇതേ ലാൻഡ്മാർക്കിലാണെന്ന് ഞാൻ തോന്നുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി, അതിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി ഹാദിയയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മൊത്തം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്നും ഇവിടെ വന്ന് സംസാരിച്ചത്, അന്നും വാഴു പറയാനുള്ള സമയം കിട്ടാതെ പിരിഞ്ഞുപോയതാണ്. ഞാൻ ഓർക്കുന്നു, ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യത്തിന്റെ ഗൗരവമൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ ആ കാര്യമൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വിനയത്തോട് അപേക്ഷിക്കാനുള്ളത്, നമ്മളെല്ലാം ഒന്ന് ഒത്തുപിടിച്ചാൽ 82 ലക്ഷം ഉറുപ്പികയിലെ ഒരു വർഷത്തെ പദ്ധതിയായി പറഞ്ഞത് മനസ്സു വെച്ചൊരു 82 ആളുകൾ ഉണ്ടായാൽ ആ വിഷയം ഇവിടെ വെച്ച് തന്നെ തീർക്കാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു റബ്ബിന്റെ വഴിയിലേക്ക് അല്ലാഹു നമ്മുടെ മനസ്സ് തിരിച്ചു വിടുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരല്പനേരം 11:30 മണിക്ക് ഈ സദസ്സ് പിരിഞ്ഞു പോകണം എന്നത് ഹോട്ടലിന്റെ നിയമമാണ്. വാല് പറയാൻ അവസരം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ഉച്ചക്ക എത്തിയത്, ഇന്നലെ തീരെ ഉറങ്ങിയില്ല. ഇന്നലെ രാത്രി ഉറങ്ങാതെ വാല് പറഞ്ഞാൽ റൂട്ട് തെറ്റിപ്പോവും. അപ്പൊ ഉറക്ക് ലാസിമാണ്. അതുകൊണ്ടൊരു 3 മണിക്കൂർ ഉറങ്ങി. 12 മണിക്കൂർ മുമ്പ് എയർപോർട്ടിലേക്ക് പുറപ്പെടണമെന്ന നിയമമാണ് ഹാജി. 8 മണിക്കൂർ മുമ്പ് ഹാജി എയർപോർട്ടിൽ ഉണ്ടാവണമെന്ന്. അല്ലെങ്കിൽ പാസ്പോർട്ട് ഒരു പക്ഷേ തിരിച്ചു മുത്തഫിന്റെ ഓഫീസിലേക്ക് തന്നെ അയക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് 8 മണിക്കൂർ മുമ്പ് വന്നിട്ട് പിന്നെ പണിയുണ്ട്, എയർപോർട്ടിൽ വെറുതെ അങ്ങനെ ഇരിക്കുക. എങ്ങനെ ഉറങ്ങിയത്? ഇരുന്ന ചെയറിൽ ഇരുന്നിട്ട്. അപ്പൊ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളെ കൂടെ വന്നപ്പോ ഇരുന്ന് ഉറങ്ങാനും പിടിച്ചു. യാത്രയിൽ അങ്ങനെ ഉറങ്ങാൻ കഴിയും. അപ്പൊ ആ ഉറക്കിനൊരു സുഖം കിട്ടില്ല എന്ന് കരുതി ഒരു 3 മണിക്കൂർ ഉറങ്ങിയപ്പോ കുറച്ച് വൈകി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി സ്റ്റാർട്ട് ചെയ്യാനാവുന്നേ ഉള്ളൂ എന്ന്. അപ്പോഴാണൊരു സമാധാനം തോന്നിയത്. അതുകൊണ്ട് അല്പനേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് അല്ലാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക്, വിശാലമായ വിഷയം നമുക്ക് സംസാരിക്കാനുള്ള സമയമില്ലെങ്കിലും ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, പടച്ച റബ്ബിന് 99 പേരുണ്ട് എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട. എല്ലാവരും നമ്മൾ വളരെ ചെറുപ്പം മുതലേ കേട്ടുപഠിച്ച ഒന്നാണ്. ചില മഹാന്മാർ പറഞ്ഞത് 999 നാമങ്ങൾ വരെ അള്ളാഹുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ സ്വഭാവത്തോട് ചേർത്ത നാമമാണ്. ഈ 99 നാമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഭാവങ്ങളുമായി ചേർത്താണ് ഈ നാമങ്ങളെല്ലാം ഉള്ളത്. ഈ നാമങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം, അള്ളാഹുവിന്റെ സ്വഭാവങ്ങളിൽ റബ്ബിന് ഏറ്റവും താല്പര്യമുള്ള സ്വഭാവത്തോട് ചേർത്തു പറഞ്ഞ നാമമാണ്. ഏതാണ് ആ നാമം? ആ നാമം കൊണ്ടാണ് അള്ളാഹു ആ പേരു പറഞ്ഞാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇറാ ഗുഹയിൽ വെച്ച് ആദ്യം ഭൂമിയിലേക്ക് 3 ദിവസം മുമ്പും കൂടെയുള്ള ആളുകളുമായി ഹിറാ ഗുഹയുടെ മുകളിലേക്ക് കയറി.
1 മണിക്കൂർ 40 മിനിറ്റിന്റെയും 1 മണിക്കൂറിന്റെയും ഇടയ്ക്ക് വേണം കയറാൻ. കയറിയിട്ട് ഹാഫ് ഭാഗമെത്തിയപ്പോ കൂടെയുള്ള ആൾ അയാൾക്കൊരു പ്രയാസം, കയറാൻ പ്രയാസം തോന്നിയപ്പോ എന്നോട് ചോദിച്ചു, കേരള സുന്നത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോ. കുറച്ചാണ് കയറിയപ്പോ മൂപ്പർക്ക് പിന്നെ കയറാൻ കഴിയില്ലാന്ന് തോന്നിയപ്പോ എന്നോട് ചോദിച്ചു സുന്നത്തുണ്ടോന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം ഭൂമിയോട് ആദ്യം ടച്ചായ സ്ഥലമല്ലേ, അത് കാണാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോ പിന്നെ മൂപ്പര് കണ്ടിട്ടുണ്ട്. കാരണം പരിശുദ്ധമായ ഈറാ ഗുഹയിലെത്തിയപ്പോ ഞങ്ങൾ ചിന്തിച്ചു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഭൂമിയിലേക്ക് ആദ്യം ടച്ചായ സ്ഥലം, ആദ്യമായി ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയ ആയത്തേതാണ്. മഹാന്മാരെ തഫ്സീറിൽ എഴുതി വെച്ചതായി കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യം ഓതി കൊടുത്തത് ഇഖ്റ യാ മുഹമ്മദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബിയെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതണം. ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയത് ബിസ്മിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ലാത്തയുടെ ഉസ്സയുടെ മനാത്തയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർക്ക് അള്ളാഹുവിനെ പരിചയമില്ലാത്ത ലോകത്തിന് പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. ഏതു റബ്ബാണ്? അർ-റഹ്മാൻ. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കും. അർ-റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ്. റഹ്മാൻ, റഹ്മത്താണ് അള്ളാഹുവിന്റെ സ്വഭാവങ്ങളിൽ. പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടം റഹ്മത്താണ്. അള്ളാഹുവിന് ഒരുപാട് പേരില്ലേ, 99 പേര്. അതിൽപ്പെട്ട മറ്റൊരു നാമമാണ് മുത്തകബ്ബിർ, ജബ്ബാർ. മുത്തകബ്ബിർ, ഖഹാർ. ജബ്ബാർ, ഖഹാർ, അടക്കി ഭരിക്കുന്നവൻ. സാധാരണ മനുഷ്യർ പറയാൻ ഉദ്ദേശിക്കും, മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പേരേതായിരിക്കും? അയാൾക്ക് ഏറ്റവും പരമാധികാരമുള്ള വിശേഷണം ഏതാണോ അതായിരിക്കും. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ എന്നോട് ഹജ്ജ് സംഘത്തിലുള്ള ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തെ SI ആണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോ എന്നോട് പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തെ SI ആണ്. എന്താ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ? ഏറ്റവും അധികാരമുള്ള അവന്റെ വിശേഷണം ഏതാണോ അതാണ് അവൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കാറുള്ളത്. എന്നാൽ രാജാതിരാജനായ റബ്ബ്, പരമാധികാരിയായ 99 വിശേഷങ്ങളുള്ള റബ്ബ്, ആ വിശേഷണങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് എടുത്തു പറയാൻ അള്ളാഹു തന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചത് റഹ്മാൻ എന്നാണ്. റഹ്മാൻ, അതിലാണ് റഹ്മത്ത്. റഹ്മാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അതിലുണ്ട്? ഒരു മുസ്ലിമിന്റെ മുഖം എന്തായിരിക്കണമെന്ന് അതിലുണ്ട്. നമ്മൾ പലപ്പോഴും പുതിയ മലയാളം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കരുണാനിധിയും കരുണാകരനുമായ എന്നാ പലരും പറയാം. കരുണാനിധിയപ്പോ തമിഴ്നാടായി, കരുണാകരനായപ്പോ കേരളമായി. എന്നാ പഴയ കാലത്ത് ഉസ്താദുമാർ പഠിപ്പിച്ച ചില അർത്ഥങ്ങളുണ്ട്. അതുതന്നെ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അല്ലാഹു. റഹ്മത്താണ്. ആ റഹ്മത്ത് എന്ന വിശേഷണമാണ് അള്ളാഹു തന്റെ വിശേഷങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഭൂമിയിലേക്ക് ആദ്യം ഇറക്കിയ പദത്തിൽ തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഇറക്കിയ ആദ്യ വചനത്തിൽ അള്ളാഹു റഹ്മാൻ എന്ന വിശേഷണമാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. നോക്കൂ നിങ്ങൾ. 1, 2 ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പോലെ സ്വലാത്തു ചൊല്ലണം. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോക ജനതക്കായി അല്ലാഹു തെരഞ്ഞെടുത്തുള്ള അന്ത്യപ്രവാചകനായി ആ ഹബീബായി നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് അല്ലാഹു പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു പറയാൻ ഇഷ്ടപ്പെട്ടത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മ. ഈ ഹബീബായ നബിയും ലോകത്തെ റഹ്മത്തായി അറിയപ്പെടണം എന്നതാണ് അല്ലാഹുവിന്റെ താല്പര്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളിലും ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവം റഹ്മത്താകണം എന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ് എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നബിയുർ റഹ്മ, നബിയുർ റഹ്മ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങളിൽ ഒരു നാമമാണ് നബിയുർ റഹ്മ.
മസ്ജിദുൻ നബവി മദീന പള്ളിയുടെ ഏറ്റവും മുൻഭാഗത്ത് പോയി നോക്കിയാൽ റസൂലുള്ളാഹിന്റെ നാമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ നാമങ്ങളിൽ കാണാം നബിയുർ റഹ്മ, റഹ്മത്തിന്റെ പ്രവാചകനാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയത് റഹ്മത്ത് കൊണ്ടാണ്. തന്റെ ഹബീബിനെ അല്ലാഹു പരിചയപ്പെടുത്തിയതും റഹ്മത്ത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഖുർആൻ ഒരുപാട് പേരുകളുണ്ടല്ല, പേരുകളുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ ഖുർആന്റെ ഒരു നാമമാണ് റഹ്മ. പരിശുദ്ധമായ ഖുർആന്റെ നാമമാണ് റഹ്മ. അല്ലാഹു താനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അല്ലാഹു റഹ്മത്തിനോടാണ് ചേർത്തി പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്നത് വല്ലാത്ത ഇത്തമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കരുണ എന്നതിലേക്ക് കടന്നു വരാം. റഹ്മത്താണ് അല്ലാഹുവിന്റെ മുഖം. അതുകൊണ്ടാണ് പടച്ച റബ്ബ് താനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ആ പേര് നൽകിയത്. അല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ 5 കുട്ടികളുണ്ട്. നിങ്ങളുടെ ഷോപ്പിന് നിങ്ങളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉണ്ടെന്നില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. ചില ആളുകൾക്ക് 5 കുട്ടികളോടും ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ 5 കുട്ടികളെ പേരിന്റെ തലയും കൂടി എടുത്തിട്ട് ഇടുക. ചിലപ്പോൾ അതെന്തെങ്കിലും ഒരു കോലത്തിലാവും, ഇല്ലെങ്കിൽ കോലം ഉണ്ടാവില്ല. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ പേരൊരു കോലൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ അവനോട് എന്റെ എല്ലാ 5 കുട്ടികളെയും ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഈ പേരിട്ടത് വീട്ടണെന്ന്. എന്റെ കുട്ടികളോടൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മനുഷ്യന്റെ സ്വഭാവം. നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അതാണല്ലോ നമ്മൾ പേരായി കൊടുക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാണോ അതാണ് നമ്മൾ എപ്പോഴും നമ്മളോട് ചേർത്ത് പിടിക്കുക. അള്ളാഹുവിന് ഇഷ്ടമേതാണ്? റഹ്മത്താണ്. നമുക്കൊക്കെ കുറെ സ്വഭാവമുണ്ട്, നല്ല ശ്രദ്ധിക്കണം. നമുക്കെല്ലാം ഒരുപാട് സ്വഭാവങ്ങളുണ്ടല്ലോ. ആ സ്വഭാവത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം ഏതാ? റഹ്മത്താണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം റഹ്മത്താണ്. അതുകൊണ്ടാണല്ലോ അവ്വലുഹു റഹ്മ. പരിശുദ്ധമായ റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു അവ്വലുഹു റഹ്മ മുത്തനബി പരിചയപ്പെടുത്തി. അതിന്റെ ആദ്യത്തെ റഹ്മത്തുൻ അവ്വലുഹു റഹ്മ, അതിന്റെ ആദ്യം റഹ്മത്താണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാന്റെ തുടക്കം തന്നെ റഹ്മ. എന്താ? റഹ്മത്താണ് എല്ലാറ്റിന്റെയും മുഖമുദ്ര. അല്ലാഹു പഠിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് വാർത്തെടുത്ത അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ. ആ സ്വഹാബികളെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞെന്താ? കുറെ സ്വഭാവം ഉണ്ടല്ലോ അവരിൽ, ഒരുപാട് സ്വഭാവം അവരിലുണ്ട്. പക്ഷെ അള്ളാഹു ആ സ്വഹാബികളിൽ നിന്ന് എടുത്തു പറഞ്ഞ അള്ളാഹു എടുത്തു പറഞ്ഞ സ്വഭാവം ഏതാ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവം ഏതാണത്? അതാ നമ്മൾ ആദ്യം ഓതി വെച്ചത്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സിമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراء ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ സ്വഭാവത്തിൽ നിന്ന് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം അല്ലാഹു എടുത്തു പറയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവർ പരസ്പരം റഹ്മത്ത് കാണിക്കുന്നവരാണ്. റഹ്മത്ത് അല്ലാഹുവിന് വലിയ ഇഷ്ടം. അതുകൊണ്ടാണ് റഹ്മ എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈയിടെയും എന്നോട് ഒരാൾ പറഞ്ഞു, ആ ലോകത്താദ്യം അടിമയിൽ മറയുകയാണെങ്കിൽ ദുബൈയാണ് മറയേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറയാൻ? എന്നോട് പറഞ്ഞു എല്ലാ തിന്മയും നടക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് അയാൾ എന്നെ പറഞ്ഞു, അയാൾ എന്നോട് പറയാൻ എന്തേ എന്തുകൊണ്ട് ദുബൈ അല്ലാഹു പിടിച്ചു നിർത്തി എന്ന് ചോദിച്ചാൽ അവിടെയുള്ള കരുണയുള്ള ആളുകളുടെ മനസ്സിന്റെ അവരുടെ മനസ്സിൽ നിന്ന് ഒഴുകി വരുന്ന കരുണ കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് മുഹമ്മദിനെ കുറിച്ചും പറഞ്ഞു. അദ്ദേഹം പരിശുദ്ധമായ റമദാനിൽ ചെയ്യുന്ന ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ദുബൈയുമായി അതേപോലെ ഭരണകൂടവുമൊക്കെയായി നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം എന്നെനിക്ക് മനസ്സിലായി. പരിശുദ്ധമായ റമദാനിലും
അല്ലാതെയും ഷെയ്ഖ് മുഹമ്മദ് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിച്ചു മുസ്ലിമാക്കുന്നതിന്റെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം എണ്ണി പറഞ്ഞു. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈയിടെയായി ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഒഴുകുന്ന കരുണ അതേപോലെ നമ്മുടെ നാടടക്കം പല നാടുകളിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുടെ ഒരു വലിയ വിഹിതം തന്നെ പോകുന്നത് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, KMCC അടക്കം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ത്യ ഗവൺമെന്റിനെ പോലും കേരള ഗവൺമെന്റിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ നാമധേയത്തിൽ കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ബൈത്തുർ റഹ്മകൾ, സേവന പ്രവർത്തനങ്ങൾ, അവയ്ക്ക് ഈ ഗൾഫ് നാടുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ സ്വഭാവത്തിൽ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരുണയാണ് എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കരുണ എന്ന സ്വഭാവമാകണം നമ്മളിൽ മികച്ചു നിൽക്കേണ്ടത്. എവിടെയാണ്? സഹായിക്കുന്നിടത്ത് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ പൈസ ചോദിക്കാനാ പറയണതല്ല. കരുണ എന്ന് പറഞ്ഞാൽ ആ പൈസ എടുത്ത് കൊടുക്കുന്നിടത്ത് മാത്രമാണോ കരുണ? അല്ല. കരുണ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകണം. നമ്മൾ ആരോടൊക്കെ വർത്തിക്കുന്നുണ്ടോ, പെരുമാറുന്നുണ്ടോ, ആ പെരുമാറുന്നവരോട് നമ്മുടെ പെരുമാറ്റത്തിന്റെ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവം കരുണയാകണം. അല്ലാഹുവിന്റെ താല്പര്യം അതാണ്. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരോടുമുള്ള സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും മുഖമുദ്ര തന്നെ കരുണയാകണം. അല്ലാഹുവിന്റെ മുഖമുദ്ര അങ്ങനെ. കരുണ എന്ന് പറയുന്നത് എവിടെയാണ് ഈ കരുണ ഉണ്ടാകേണ്ടത്? നല്ല രീതിയിൽ നിൽക്കുമ്പോഴല്ല. ഏറ്റവും പ്രയാസകരമായ സാഹചര്യം തരണം ചെയ്യുമ്പോൾ ആ പ്രയാസകരമായ സാഹചര്യത്തെ കരുണ കൊണ്ടാകണം നമ്മൾ തരണം ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ സ്വഭാവം അതാണല്ലോ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹു റഹ്മത്തിനെ 100 വിഭാഗമായി അല്ലാഹു അംശിച്ചു, കരുണയെ അല്ലാഹു 100 വിഭാഗമാക്കി മാറ്റി. പുണ്യനബി പറഞ്ഞു, എന്നിട്ട് 99 അല്ലാഹു ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഒരു റഹ്മത്ത് മാത്രമേ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയുള്ളൂ. എന്നിട്ട് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഒരു റഹ്മത്തിന്റെ ഭാഗമാണ് കുഞ്ഞാടിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന തള്ളയാട്. കുഞ്ഞാടിന് മുല കുടിക്കുമ്പോൾ അതിന്റെ കാലിന്റെ കുളമ്പ് കുട്ടിയുടെ ശരീരത്തിൽ പതിക്കാതിരിക്കാനായി, തട്ടിപ്പോകാതിരിക്കാനായി, തന്റെ കുഞ്ഞിന് സുഖമമായി മമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ വേണ്ടി തള്ളയാട് ഇതിന്റെ കാല് പൊക്കിക്കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ആടുകളുമായി കെട്ടിപ്പണിഞ്ഞ് ജീവിക്കുന്ന, ഒട്ടകങ്ങളുമായി കെട്ടിപ്പണിഞ്ഞ് ജീവിക്കുന്ന അറബികൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ കരുണയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സ്വഹാബാ, തള്ളയാടിന്റെ കാല് പൊക്കി കൊടുക്കുന്നില്ലേ കുഞ്ഞാടിനെ മുല കുടിക്കാനുള്ള സൗകര്യത്തിനായി? അതുപോലെ അല്ലാഹുവിന്റെ 99 കരുണകളിൽ ഭൂമിയിലേക്ക് 100 കരുണയിൽ 100 റഹ്മത്തിൽ ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു റഹ്മത്തിന്റെ അംശമാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, 99 അംശവും അല്ലാഹു മാറ്റിവെച്ചിരിക്കുന്നത് മഹ്ശറയിലേക്കാണ്, ആഖിറത്തിലേക്കാണ്. സ്വഹാബാ, ആ 99 റഹ്മത്ത് മുഖേന അല്ലാഹു തന്റെ അടിമകളെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ. അല്ലാഹു മഹ്ശറയിൽ ആ റഹ്മത്ത് വീതിച്ചു കൊടുത്ത എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. ആരെയാണ് അല്ലാഹു രക്ഷപ്പെടുത്തുക? റഹീമൂൻ യർഹമുഹുർ റഹ്മാൻ. ഭൂമിയിൽ കരുണയോടുകൂടെ വർത്തിച്ചവരാരാണോ അവർക്കാണ് അല്ലാഹു തന്റെ കരുണ വീതിച്ചു കൊടുക്കുന്നത്. വ്യക്തമായ ഹദീസ് നമ്മളോട് സംസാരിക്കുകയാണ്. ആരാണോ ഭൂമിയിൽ റഹ്മത്തോട് കൂടെ വർത്തിച്ചത് അവർക്കാണ് അല്ലാഹു തന്റെ റഹ്മത്ത് വീതിച്ചു കൊടുക്കുന്നത്. 99 റഹ്മത്തും അല്ലാഹു പിടിച്ചു വെച്ച റഹ്മത്ത് അല്ലാഹു നൽകുന്നത് പടച്ച റബ്ബിന് വേണ്ടി ഭൂമിയിൽ കരുണയോടെ വർത്തിച്ച ആളുകൾക്കാണ്. എവിടെയൊക്കെ കരുണ വേണോ അവിടെയൊക്കെ. ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയട്ടോ, ഞാൻ 11:25 ആകുമ്പോൾ നിർത്തും. നിങ്ങൾ പൈസ തന്നാലും നിർത്തും, തന്നിട്ടില്ലെങ്കിൽ നിർത്തും. എനിക്കൊന്നും വേണ്ട. ഈ സംരംഭത്തിൽ നിങ്ങൾ കൊടുത്താലും നിർത്തും, കൊടുത്തിട്ടില്ലെങ്കിൽ നിർത്തും. 11:25 ചിലപ്പോൾ നമുക്ക് ദുആ എടുക്കാൻ സമയം കിട്ടിയോളന്നില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഏറ്റവും വലിയ ദുആ ഉള്ള ഇവളുടെ നിർത്തും നമ്മൾ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എവിടെയാണോ കരുണ വേണ്ടത്, അല്ലാഹു എവിടെയാണോ റഹ്മത്ത് വേണമെന്ന് പറഞ്ഞ അവിടൊക്കെ ഒന്നേതാ
പരിശുദ്ധമായ ഖുർആൻ നോക്കൂ, നിങ്ങൾ റഹ്മത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നേതാണ് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. പ്രവാസികളായ എന്റെ സഹോദരങ്ങളോട് 2 കൊല്ലമോ 3 കൊല്ലമോ കൂടുമ്പോൾ, അല്ലെങ്കിൽ വർഷത്തിലോ 2, 4, 6 മാസം നാട്ടിൽ പോകുന്ന എന്റെ പ്രവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ. റഹ്മത്തിന്റെ നോട്ടവും റഹ്മത്തിന്റെ പെരുമാറ്റവും റഹ്മത്താകുന്ന സ്വഭാവവും നമ്മളുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യൂ. എവിടെയാണ് റഹ്മത്ത് ഉണ്ടാകേണ്ടത്? ഒന്ന്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിർ ലഹുമാ ജനാഹദ് ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റഹ്മത്ത് അല്ലാഹു എടുത്തു പറഞ്ഞ ആയത്താണിത്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ വഖ്ഫിർ ലഹുമാ ജനാഹദ് ദുല്ലി മിനർ റഹ്മ. ഒരു പ്രയോഗം മലയാളത്തിൽ വാക്കില്ല അത് പരിഭാഷപ്പെടുത്താൻ. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ ഖുർആൻ പരിഭാഷപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ ഞമ്മക്ക് വരെ തോന്നിയില്ലേ, എന്താ ഇയാൾ വിളിച്ചു പറഞ്ഞ്? അത് ഭാഷാന്തരം ചെയ്യാൻ വാക്കില്ല മലയാളത്തിൽ നല്ല ലോകത്തൊരു ഭാഷയിലും വഖ്ഫിൽ ലഹുമാ ജനാഹദ് ദുല്ലി മിനർ റഹ്മ. കരുണയുടെ ചിറക് അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണേ. കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണേ. തിരിഞ്ഞില്ല. ആർക്ക്? വാപ്പാക്കും ഉമ്മാക്കും. ചിറക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിറകുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞുതരാം. കോഴികളുണ്ടോ നിങ്ങളെ വീട്ടിൽ? ഉണ്ടോ? വീട്ടില് കോഴികളെല്ലാം കൈപൊക്കി. എന്താ നിങ്ങൾക്ക് മടി? ഉണ്ടാവൂല. എന്താ? അങ്ങാടി പോയി കിട്ടും. ഇവിടുന്നാണെങ്കിലോ ഇവിടുന്ന് നരകത്തിൽ പോയി കിട്ടും. അല്ലെന്തിനാ മതത്തിന്? ഞാൻ ആലോചിച്ചു നോക്കാം. ഞങ്ങൾ മെനിഞ്ഞാന്ന് ഒരു ചുട്ട മീൻ കഴിക്കാൻ വേണ്ടി പോയി മക്കത്തുനിന്ന്. ചോദിച്ചപ്പോ അയാൾ ചോദിച്ചത് എന്താ? അയാൾ ചോദിച്ചു പൊരിച്ചത് വേണോ, എണ്ണയിലിട്ട് പൊരിച്ചത് വേണോ, അലന്നാർ എന്ന് ചോദിച്ചു. അലന്നാർ എന്ന് പറഞ്ഞാൽ തീ വെച്ച് ചുട്ടത് വേണോ? അവന്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, അതെ ഇയാൾ ചോദിക്കണല്ലേ നാർ. ഈ മീന് വെച്ച് ചുടണമാതിരി നമ്മളെയും അള്ളാഹു നാർ എന്ന് പറഞ്ഞാൽ അതന്നെ ആയിരിക്കില്ലേ? ഇതിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിലേക്ക് നമ്മൾ വെക്കണ കഥ എങ്ങനെ തന്നെ ആവൂലേ എന്ന് തൊട്ടടുത്തുള്ള ആൾ ചോദിച്ചപ്പോഴാണ് ആ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഭീകരമായ സാഹചര്യത്തിലൂടെ മനസ്സ് കടന്നു പോകുന്നത്. അള്ളാഹു അതിൽ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവേ ഞങ്ങളെയും കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ചിറക്, കരുണയുടെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ കോഴി? പഴയ കാലത്ത് അറിയാലോ, ഏതെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്ന ഒരു പറവ മേൽഭാഗത്ത് എവിടെയെങ്കിലും വളരെ ദൂരത്ത് പൊക്കത്തിൽ കഴുകൻ ഏറ്റവും പൊക്കത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്കെത്താൻ ഇനിയും സമയമെടുക്കും. എന്നാലും തള്ളക്കോഴി കാണാൻ ഒരു ശബ്ദം വെക്കുന്നു. ശബ്ദം വെക്കുമ്പോൾ ഈ കുട്ടികൾ മുഴുവൻ തന്റെ അരികിലേക്ക് ഓടി വരുമ്പോൾ തന്റെ ചിറകിനുള്ളിൽ അവയെ അടക്കി വെക്കുകയാണ്. എന്താ? ആ ചിറകിനുള്ളിലേക്ക് അവരാണ് കടന്ന അവർക്കൊരു സമാധാനം. ഞാനിത് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങൾക്കൊക്കെ വലിയ ടെൻഷനാവും. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ വാപ്പയുടെ ഉമ്മയുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 10,000ങ്ങളും 25,000വും ഓരോ മാസവും നിങ്ങൾ നാട്ടിലേക്ക് ഉപ്പാക്കും ഉമ്മാക്കും അയച്ചു കൊടുക്കുന്നതിനേക്കാളും വലിയ സമാധാനം അവർക്ക് ലഭിക്കുമായിരുന്നു. വഖ്ഫിർ ലഹുമാ ജനാഹദ് ദുല്ലി മിനർ റഹ്മ. ഒരു പിതാവിനെയും മാതാവിനെയും ഞാൻ കണ്ടു, ഒരു വാപ്പയും ഉമ്മയും കണ്ടു. ഒരു പറഞ്ഞു, സാധി ദ്വാരക്കണം, എല്ലാ ദിവസവും 12 ഗുളിക കുടിക്കണം. എന്താ അസുഖം? ഹാർട്ടിന്റെ പ്രോബ്ലമാണ്. ഒന്നുമല്ല, ടെൻഷനാ, മാനസികമായിട്ട്. ചോദിച്ചു നോക്കുമ്പോ മകൾ ആകെ ഒരു മകനും ഒരു മകളേ ഉള്ളൂ. മകൻ അമേരിക്കയിലാണ്, മകൾ ഭർത്താവിന്റെ കൂടെ ദുബായിലാണ്. ആ ആള് ഭർത്താവ് ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ സസലിഞ്ഞ ഭർത്താവ് ഉണ്ടോന്ന് അറിയില്ല. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്താ ഡോക്ടർ പറഞ്ഞത്? നിങ്ങളെ മാനസിക അസ്വസ്ഥത മാറണമെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തലേ വഴിയുള്ളൂ. നിങ്ങളവർക്ക് കരുണയുടെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണേ. ഇല്ലേ, നമ്മൾ പേടിച്ചു കരഞ്ഞു വരുമ്പോ ചെറുപ്പത്തിൽ നിങ്ങൾ കാണില്ലേ, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല നമ്മളെ കുട്ടികളും
അവരെ കരയുമ്പോൾ ഉമ്മയുടെ ഒരു തലോടൽ മതി ആ കരച്ചിൽ നിൽക്കാൻ. നമ്മൾ വെപ്രാളപ്പെടുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ മാതാവ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹം എത്രയാണോ ആ സ്നേഹവും കരുണയും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കണം. എന്തൊരു വർദ്ധന ഖുർആൻ പറഞ്ഞത്! ഈ ഒരൊറ്റ പദം നമ്മൾ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാൻ, തിങ്കളാഴ്ചയിൽ ഒരിക്കൽ പോരാ. തിങ്കളാഴ്ചയിൽ ഒരു തവണയാണോ വിളിക്കുന്നത്, ആ വിളിക്കുന്നത് നല്ല സമാധാനത്തിന്റെ വർത്തമാനം പറയാനായിരിക്കണം. ചിലപ്പോൾ തിരിച്ചു മറുതലയില്ലെന്ന് എന്തൊക്കെയോ ടെൻഷന്റെ സംസാരമാകും തിരിച്ചിങ്ങോട്ടുണ്ടാവുക. തിരിച്ചു പ്രതികരിക്കരുത്. എല്ലാം കേട്ടു നിൽക്കാനുള്ളൊരു മനസ്സ്, ആ മനസ്സ് തന്നെ വലുതാണ് എന്ന് ഖുർആൻ പറയാം. എന്തൊരു കരുണയാണ്! ആ കരുണക്ക് പകരം വെക്കാൻ, അവർ കാണിച്ച കരുണക്ക് പകരം വെക്കാൻ ആകാശത്തിന് ചുവട്ടിൽ വേറെ കരുണയില്ല. ഉണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ കരുണയെ മനുഷ്യന് പരിചയപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതെന്താ? ഉമ്മയുടെ കരുണ. കാരണം മനുഷ്യൻ അള്ളാഹുവിന്റെ കരുണ എന്ത് എന്ന് തിരിച്ചറിയാൻ ഉമ്മയുടെ കരുണയാണ് അള്ളാഹു റസൂലുള്ള പരിചയപ്പെടുത്തിയത്. റസൂലുള്ള പറഞ്ഞു, അള്ളാഹു വലിയ കാരുണ്യവാനാണ്. തിരിയില്ലല്ലോ എന്താ അള്ളാഹുവിന്റെ കരുണ. എന്നിട്ട് പുണ്യനബി പറഞ്ഞു, ഒരു മകനോട് മാതാവ് കാണിക്കുന്നതിനേക്കാളും വലിയ കരുണയാണ് രാജാതിരാജനായ റബ്ബ് തന്റെ അടിമയോട് കാണിക്കുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്താ ഉമ്മയുടെ കരുണ എന്ന് പറഞ്ഞാൽ? ഞാൻ ഓർക്കുന്നു, എന്നോട് പറഞ്ഞു, വാപ്പാക്കും ഉമ്മാക്കുമെതിരെ 50 കേസ് കൊടുത്ത ആളാണ്. 50 കേസ് കൊടുത്ത 2 മക്കൾ. നിങ്ങൾക്ക് അത്ഭുതം തോന്നും ഞാൻ 50 കേസ് എന്ന് പറയുമ്പോ. 50 കേസ്. വാപ്പ മരിച്ചുപോയി, ഇമ്മപ്പോഴും ഉണ്ട്. ഹജ്ജിന് വരുന്നതിന്റെ 15 ദിവസം മുമ്പ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം, കാരണം മാനസികമായി ഭയങ്കര അസ്വസ്ഥതയിലാണ്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ഇരുന്ന ആളുകളുമായി സംസാരിച്ചപ്പോ പറഞ്ഞു, ആ ഉമ്മ പറഞ്ഞാൽ എന്താ അറിയോ? ഒരു പ്രശ്നമില്ല, 50 കേസും ഞാൻ പിൻവലിക്കും. 50 കേസും ഞാൻ പിൻവലിക്കും. എന്തേ? എന്റെ മകൻ എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ട് 12 കൊല്ലമായി. കേൾക്കണങ്ങളെ, എന്റെ മകൻ എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ട് 12 കൊല്ലമായി. എന്റെ മകൻ എന്റെ മുമ്പിൽ വന്ന് ഉമ്മ എന്നവൻ പഴയ പോലെ എന്നെ വിളിക്കുന്ന പോലെ ഒരു വിളി വിളിച്ചാൽ അവനെതിരെ ഞാൻ കൊടുത്ത കേസ് മുഴുവൻ ഞാൻ പിൻവലിക്കും. മോന്റെ ഡിമാൻഡ് അതല്ല, ഉമ്മാന്റെ ഡിമാൻഡ് ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. അവനാണ് ഉമ്മാക്കും വാപ്പാക്കെതിരെ കേസ് കൊടുത്തത്. പക്ഷേ ഉമ്മ അതിന്റെ കണ്ടീഷൻ പറഞ്ഞത്, ഉമ്മ എന്നൊരു വിളി വിളിച്ചാൽ മതി, ഞാനെല്ലാം പുറത്തു കൊടുക്കും. ഉമ്മായുടെ കരുണയതാണ്. രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കഥ പറഞ്ഞു തന്നല്ലോ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവം. 70 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യനാണ്. ജീവിതം മുഴുവൻ തിന്മയാണ് അയാൾ ചെയ്തത്. തിന്മയേ അയാളുടെ ജീവിതത്തിലുള്ളൂ. അയാൾ അവസാനം മരണത്തോട് അടുക്കുന്നു. മരിക്കാൻ അടുത്ത സമയം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിൽപ്പെട്ട ഇയാൾ വിജനമായൊരു സ്ഥലത്ത് പോയി. വിജനമായൊരു സ്ഥലത്ത് പോയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, രാജാതിരാജനായ റബ്ബേ, ഈ 70 കൊല്ലത്തിലും ഒരു നന്മ പോലും നിനക്ക് വേണ്ടി ചെയ്തത് എനിക്ക് പറയാനില്ല. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞാൻ മരിച്ചു ചെന്നാൽ നിന്റെ മുമ്പിൽ മരിച്ചു വന്നാൽ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു അമലും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് റബ്ബേ, പടച്ചോനെ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണം. അല്ലാ, എനിക്ക് പുറത്തു തരുന്നത് കൊണ്ട് നിന്റെ റഹ്മത്തിൽ വല്ലതും കുറഞ്ഞു പോകുന്നുവെങ്കിൽ നീ അത് ചെയ്യരുത്. നിനക്കൊരു കോട്ടം തട്ടിയിട്ട് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയില്ല. കാരുണ്യവാനായ റബ്ബേ, നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. നിന്റെ റഹ്മത്തിന് വല്ല കോട്ടവും തട്ടുന്നുവെങ്കിൽ അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരുത്. എനിക്ക് നീ നരകം നൽകിക്കോ റബ്ബേ, അതിനെനിക്ക് പരാതിയില്ല റബ്ബേ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അല്പസമയം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമേ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ് അങ്ങയുടെ അടുക്കലേക്ക്. ഇന്നാലിന്റെ മരുഭൂമിയിലുണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുന്നു. അയാളെ പോയി മയ്യിത്ത് കുളിപ്പിച്ച് കബറടക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. മൂസ അലൈഹിസ്സലാം ചെന്നു. അയാളെ കുളിപ്പിക്കാൻ ഒരുങ്ങുന്നു, കഫം ചെയ്യാൻ ഒരുങ്ങുന്നു. ആ നാട്ടുകാർക്ക് മുഴുവൻ ഇയാളെ കുറിച്ച് മോശഭിപ്രായം. എന്താ ആളുകൾ ഇയാളെ കുറിച്ച് മുഴുവൻ മോശേ പറയാനുള്ളൂ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്നല്ലേ ജിബ്രീലിനോട് പറഞ്ഞത്? ഇയാളെ കുറിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മോശഭിപ്രായമല്ലോ. ഉടൻ ഇറങ്ങി നസൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം
ഇറങ്ങി വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു അയച്ചതാണ് എന്നോട് അങ്ങയോട് പറയാൻ. മൂസാ നബിയെ, ഇയാൾ മരിക്കാൻ പോകുന്ന സമയത്ത് ചില വാക്കുകൾ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല മൂസാ നബിയെ. പുറത്തു കൊടുക്കാനല്ലാതെ എനിക്ക് തോന്നിയില്ല മൂസാ നബിയെ. അതുകൊണ്ട് 70 കൊല്ലവും അയാൾ ചെയ്ത എല്ലാ തിന്മയും ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കരുണയതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ നബിയുനാ റസൂലുള്ളാഹി ആ കരുണ മനസ്സിലാക്കി തരാൻ പടച്ച റബ്ബ് ഉമ്മയുടെ കരുണയെ കുറിച്ചാ പറഞ്ഞത്. ഉമ്മാക്ക് മക്കളോടുള്ള കരുണ പോലെ അതിനേക്കാൾ വലിയ കരുണയാണ് റബ്ബിന് തന്റെ അടിമകളോട്. ഏറ്റവും വലിയ കരുണ മാതാവ്. അതുകൊണ്ട് ആ മാതാവ് നിങ്ങൾ തിരിച്ചാ റഹ്മത്ത് കൊടുക്കണം. അല്ലേ? ആലോചിക്കുക നിങ്ങള്. 10 മാസം നമ്മൾ ഗർഭം ചുമന്ന നമ്മളുടെ പ്രിയപ്പെട്ട മാതാവ് 8ാമത്തെ വയസ്സിലാ ഉമ്മാന്റെ വയറിൽ ഇരുന്നിട്ട് ഉമ്മാന്റെ വയറിൽ ഒരു പഞ്ച് കൊടുത്തത്. ഉമ്മാന്റെ വയറിൽ ഇടക്കിടക്കുണ്ടാവുമല്ലോ പഞ്ചിങ്, അതേപോലെ കിക്ക്. അത് തിരിയണമെങ്കിൽ നിങ്ങൾ ഭാര്യമാരോട് ചോദിക്കണം നാട്ടിൽ പോയാ. ഇടക്കിടക്ക് ഒരു 6-7 മാസം കഴിഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോ ചില സമയത്ത് വേദന ഉണ്ടാവുമ്പോൾ ഉമ്മ പറയുന്നറിയോ, അല്ലാ നമ്മുടെ കുട്ടിക്ക് ജീവനുണ്ട്, പഠിച്ചോനെ അപകടമൊന്നും ഇല്ലാതിരുന്നാ മതിയെന്നു. 10 മാസം ബെഡിൽ കിടന്നു, ഛർദി തന്നെ, ഭക്ഷണമെല്ലാം കഴിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞത് എന്നെ ഭക്ഷണം കഴിക്കരുത്. അപ്പോ ഭക്ഷണം മുമ്പിൽ കൊണ്ടുപോയി വെച്ച ആദ്യം ഉമ്മ നോക്കണത് എന്താറിയോ, എന്റെ വയറിലുള്ള മോനെ അപകടപ്പെടുത്തുന്ന ഭക്ഷണം ഈ കൂട്ടത്തിലുണ്ടോ എന്നാണ് ഉമ്മ ശ്രദ്ധിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ കരുണ നമുക്ക് ഇവിടുന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയും? നിങ്ങൾ റഹ്മത്തോടുകൂടെയാവണം അവരോട് പെരുമാറേണ്ടത്. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് നാട്ടിൽ പോയാൽ കിട്ടുന്ന ഉമ്മയുടെ ഉപ്പയുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരം നിങ്ങൾ കളയരുത്. ഉമ്മയെ നിങ്ങളോട് ചേർത്ത് പിടിക്കാൻ കഴിയോ? സ്വർഗം അവിടെയാണുള്ളത്. അല്ലാഹു മഹ്ശർ എന്ന റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്നത് ഈ വാപ്പയോടും ഉമ്മയോടും റഹ്മത്ത് കാണിച്ചവർക്കാണ്. എങ്ങനെ റഹ്മത്ത്? വാക്കിൽ റഹ്മത്തുണ്ട് ഇല്ലേ? വിളിച്ചു മോനെ, അതൊരു വിളി കേൾക്കല. മോനെ, ഓ നിങ്ങൾക്ക് ഏതാ ഉഷാറായിട്ട് തോന്നിയത്? നിങ്ങൾ മിണ്ടിയില്ലല്ലോ. അതിലുണ്ട്. നമ്മുടെ കൽബിൽ, നമ്മുടെ വായിൽ നിന്ന് വാക്ക് പുറത്തേക്ക് വരുമ്പോ കൽബിന്റെ വികാരം എന്താണോ അത് കേൾക്കണം. അമ്മാക്കറിയില്ല, പക്ഷേ അത് റബ്ബിനറിയാം. അല്ലാഹു നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാ വിളിക്കാൻ, മോനെ, ഓ മോനെ, രണ്ടാണല്ലോ. വൃദ്ധനായ പിതാവാൻ, പാപ്പാക്ക് മൂത്രമൊഴിക്കാനുണ്ട്, മോനെ വിളിക്കണ്ടു. മോനെ, ഓടിച്ചെല്ലണം പിതാവിന്റെ അടുക്കലേക്ക്. വാപ്പാക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചു കൊടുക്കണം. വാപ്പാന്റെ കൈ, ചിലർ പറയാം വാപ്പ സ്വന്തം തന്നെ നീച്ചോട്ടെ, എന്താ അതൊക്കെ കുറച്ച് നല്ലതാണ്. എന്തിനെ പോലെ ഒരിക്കലുള്ള ആരോഗ്യോട് നശിച്ചു പോകാതിരിക്കാൻ. വാപ്പ എഴുന്നേൽക്കാൻ കഴിയുമ്പോൾ നീയിടോ അവരോട് നീ ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കുകയാണ്. നീ എവിടെ കൈ വെച്ചു കൊടുക്കണം. വാപ്പയുടെ കൈ പിടിക്കുന്നിടത്ത് റഹ്മത്തുണ്ട്, ഉമ്മയുടെ കൈ പിടിക്കുന്നിടത്ത് റഹ്മത്തുണ്ട്. എന്താണ് റഹ്മത്ത്? കൈയൊന്ന് തരൂ. ഇതിനാ മടി? ഇതൊരു പിടുത്ത പാപ്പാന്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. എന്നാ ഖുർആൻ പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞ പദത്തിന് ഭാഷാന്തരം ചെയ്യാനുള്ള ഒരു പദം ഞാൻ കാണുന്നില്ല. വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. ഇത് വാപ്പാക്ക് മൂത്രയിക്കാൻ വാപ്പാനെ കൈ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇതൊരു പിടുത്ത. എന്നാലോ വാപ്പയെ സ്നേഹത്തോടെ തന്റെ മാറോട്, തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നൊരു പിടുത്തം, അതൊരു പിടുത്താണ്. ഉമ്മാനെ പിടിക്കാം. എന്താ ഖുർആൻ പറഞ്ഞത്? ഏറ്റവും കരുണയോടെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും പിടിക്കാൻ കഴിയുന്നത്, അങ്ങനെയാകണം നിങ്ങൾ അവിടെ പിടിക്കേണ്ടത്. റഹ്മത്ത് ഏറ്റവും ആവശ്യമുള്ള സമയം പ്രായമുള്ള സമയമാണല്ലോ. പ്രായമുള്ള സമയം ഞാൻ ഓർക്കുന്നു, സലാം ദാരിമി കിണവക്കൽ ഇവിടെ പറഞ്ഞില്ലേ, 10 പേരെ ഈ വർഷം പുതിയ സംരംഭം എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കുന്നു. പാലിയേറ്റീവ് കെയർ. എന്താ? വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വാപ്പയുമ്മയും. ദുബൈയിലല്ലേ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കെല്ലാം പറയാനുള്ള സമയം ഇല്ല എന്നതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. വാലിനായി തന്നെ നമുക്ക് ഒരിക്കൽ ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുബൈയിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ ദുബൈയിൽ 25 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് വീട്ടിലേക്ക് വന്ന ഒരു പിതാവിന്റെ വേദന ഇപ്പോഴും ഞാൻ മറന്നുപോയിട്ടില്ല. പള്ളിയിലിരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് കയറി വന്ന പിതാവ്, അദ്ദേഹത്തെ കണ്ട ഒരു 80 വയസ്സെങ്കിലും പ്രായം തോന്നും. ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു 10-23 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അദ്ദേഹം കയറി വരുമ്പോ ഞാൻ പള്ളിയിലേക്കൊന്ന് 1-ാം നിലയിലാണ്. അയാളിങ്ങനെ വിറച്ചിട്ടാ കയറി വരുന്നത്.
അയാൾ വരച്ചങ്ങനെ വന്ന് റൂമിന്റെ മുമ്പിൽ ഒന്ന് സലാം ചൊല്ലിയപ്പോൾ ഞാൻ റൂമിലേക്ക് കയറ്റി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. മട്ടന്നൂർ സ്വദേശിയല്ല, കണ്ണൂർ ജില്ലക്കാരനാണ്. നേരത്തെ 5ഓളം ആളുകൾ മരണം വരെ നിസ്കാരവും നോമ്പുമൊക്കെ നിലനിർത്തിയ ആളുകൾ അവസാനം കഴുത്തിൽ കുരിശു ധരിച്ച ക്രൈസ്തവർ മരിച്ചാൽ കൊണ്ടുപോയി മറമാടുന്ന ശ്മശാനത്തിൽ കൊണ്ടുപോയി മറപാടപ്പെട്ടുവെന്ന വേദന എന്റെ സഹോദരങ്ങൾ കേട്ടില്ലേ? ഉണ്ടാവാതിരിക്കുക എത്രയെത്ര നമ്മൾ അറിയാത്ത സംഭവങ്ങൾ ഉണ്ടാകും. ഞാൻ ഓർക്കുന്നു, ഇയാൾ വന്ന് റൂമിലിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അയാൾ 2 കണ്ണിലും കള്ളം നിറച്ച് കരയാണ്. 5 മക്കളുടെ പിതാവാണ്. 2 ആൺമക്കളും 3 പെൺമക്കളും, 2 ആൺകുട്ടികളും അദ്ദേഹം തന്നെ ഇവിടെയുള്ള സമയത്ത് നല്ല കമ്പനികളിൽ ജോലിയാക്കി കൊടുത്തിട്ടുണ്ട്. 3 പെൺമക്കളെയും 50, 40, 45 പവൻ കൊടുത്താണ് കല്യാണം ചെയ്യുന്നത്. എന്നിട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞു, ആൺമക്കൾക്ക് ജോലിയാക്കി. എന്നിട്ട് എന്നോട് പറയാം, ഇനി എന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാമല്ലോ എന്ന് കരുതി ഞാൻ ദുബൈയിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് വന്നു. ഈ കാലം അത്രയൊക്കെ 2 വർഷത്തിൽ 3 മാസമോ 2 മാസമോ എനിക്ക് ലീവ് ലഭിക്കാറുള്ളത്. അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ കൂടെ വീട്ടിലേക്ക് വരും, മക്കളോടൊപ്പം ഉണ്ടാകും. നല്ല രീതിയാ ജീവിതം. ഞാൻ അവസാനിപ്പിച്ചു വന്നു. 10-25 കൊല്ലത്തോളമുള്ള ഗൾഫിലെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിൽ വന്നു. 6 മാസം വരെ കുഴപ്പമൊന്നുമില്ല. 6 മാസം കഴിഞ്ഞു. ഒരു 8 മാസമായപ്പോ വീട്ടിലെ സ്വഭാവം മാറി തുടങ്ങി. ഭാര്യ പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ കയ്യും വീത് വന്നാലൊന്നും ഭക്ഷണവും അകത്താക്കാനൊന്നും കിട്ടില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. 10 മാസമായപ്പോ ഭാര്യയുടെ സ്വഭാവം എൻറ്റയർലി മാറിക്കഴിഞ്ഞു. എന്നിട്ട് ഇയാൾ പറയാണ്, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീടിന്റെ കതക് മുഴുവൻ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇശാ നമസ്കാരം കഴിഞ്ഞ് സാധാരണ ഞാൻ വീട്ടിലേക്ക് എത്തുന്ന സമയം 9-9:30 ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ മുഴുവൻ ലൈറ്റും ഓഫായിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് വീട്ടിന്റെ വരാന്തയിൽ ഗിൽസ് വരെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ജനലിൽ പോയി വിളിച്ചു. ജനലിൽ പോയിട്ട് മുട്ടി. മൂത്ത മകൾ, ഏറ്റവും നല്ല പുതിയാപ്പിളയോടാകണം എന്റെ മകളെ കല്യാണം കഴിക്കേണ്ടതെന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചാലോചിച്ച് തെരഞ്ഞെടുത്ത പുതിയാപ്പിള അവർക്ക് വേണ്ടി ഒരുക്കിയ അറക്കകത്തവർ കിടന്നുറങ്ങാൻ. ഞാൻ ജനലിനെ മുട്ടിയിടിച്ചു വിളിച്ചു, മോളെ 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 വാതിലൊന്ന് തുറക്ക്. അനങ്ങുന്നില്ല. വീട്ടിന്റെ അകത്തൊന്നും ഒരു ചലനവുമില്ല. ഇയാൾ പറയാ, 2ാമത്തെ മകളുടെ വീടിന്റെ റൂമിന്റെ ജനലിന് പോയി ഞാൻ മുട്ടി, മകൾ അനങ്ങുന്നില്ല. 3ാമത്തെ ജനലിന് ഞാൻ മുട്ടി, അനങ്ങുന്നില്ല. 3 മക്കളെയും ഞാൻ വിളിച്ചു. ഏറ്റവും ചെറിയ മകളെ വിവാഹം ചെയ്തു കൊടുത്തിട്ട് 1.5 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ മകൾക്ക് ഞാൻ 50 പവൻ സ്വർണമാണ് അവരുടെ കഴുത്തിലും ശരീരത്തിലും ഞാൻ ഇട്ടുകൊടുത്തത്. മോളെ 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 ഞാൻ വിളിച്ചു, അനങ്ങുന്നില്ല. അവസാനം ഞാൻ എന്റെ ഭാര്യ കിടക്കുന്ന റൂമിൽ പോയി വിളിച്ചു. ഞങ്ങൾ ഒരുപാട് വർഷം കുടുംബമായി ജീവിച്ചു കഴിഞ്ഞുകൂടി ആ റൂമിന്റെ ജനലിൽ പോയി ഞാൻ മുട്ടി, ഭാര്യയും അനങ്ങുന്നില്ല. എന്നിട്ട് ഇയാൾ പറയാണ്, ഞാൻ മൂത്ത മക്കളുടെ വീട് ജനലിൽ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, മോളെ തുറക്ക്, നാട്ടുകാരറിയും മോശം, നാട്ടുകാരറിയും, മോളെ തുറക്ക്. തുറന്നില്ല. ഇയാൾ പറയുന്നു, വീട്ടിലേക്ക് കയറുന്ന സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിൽ ഞാൻ ഇരുന്നു. ഏറെ നേരം ഞാൻ കരഞ്ഞു. എന്തു ചെയ്യണം എന്നെനിക്കറിയുന്നില്ല. ഞാൻ നേരെ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ അന്ന് രാത്രി പള്ളിയിലാണ് കിടന്നുറങ്ങിയത്. ഇയാൾ പറയാണ്, പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയില്ല. ഞാൻ എന്റെ വരാത്തതെന്ന് എന്റെ 5 മക്കളിൽ ഒരാൾ പോലും ചോദിച്ചില്ല. ഞാൻ ഓർക്കുന്നത് ഈ പിതാവിന്റെ വേദനയും കരച്ചിലുമാണ്. കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ കരയുന്ന എത്ര പിതാക്കന്മാരുണ്ടാകും? ഞാൻ ഓർക്കുന്നു. ഇയാളത് പറയുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു എന്ന് പറയാൻ ഞാൻ മടിക്കുന്നു. കണ്ണിൽ നിന്ന് രക്തം വരുന്നു എന്ന് വേണം പറയാൻ. അയാളെ തേങ്ങി തേങ്ങി കരഞ്ഞു. ഒരുപാട് നേരം കരഞ്ഞിട്ട് പിന്നെയും അയാളെ കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ പള്ളിയാണ് എന്റെ അഭയം. എന്നിട്ടോ ഇയാൾ പറഞ്ഞു, രാവിലെ ഞാൻ ആ നാസ്ത ഉസ്താദുമാരുടെ കൂടെ കഴിക്കും. ഉച്ചയ്ക്ക് എനിക്ക് വലിയ മടിയാണ്. അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. രാത്രി ഞാനൊന്നും കഴിക്കാതെ കിടന്നുറങ്ങും. രാവിലെ നാസ്ത മാത്രം ഉസ്താദുമാരുടെ കൂടെ കഴിക്കും. ഇയാൾ പറയാൻ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ പുതക്കാറുള്ളത്, രാവിലെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ പുതക്കാറുള്ളത് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വിരിക്കാറുള്ള കോതടിയാണ്. ആ കോതടി പിടിച്ച് ഏത് പിതാവ് നിങ്ങൾ ആലോചിക്കണം. 50 പവൻ കൊടുത്ത് തങ്ങളുടെ പൊന്നുമക്കളെ വിവാഹം കഴിപ്പിച്ച് താനിവിടെ ഉള്ള സമയം തന്നെ 2 മക്കൾക്കും നല്ല കമ്പനി ജോലി വാങ്ങിച്ചു കൊടുത്ത പിതാവ് എന്തേ? ഭാര്യയോട് പലപ്പോഴും പലരും ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, അയാളിൽ നിന്നുള്ള വരുമാനമൊക്കെ നിന്നു. ഇനി അയാൾ ഈ വീട്ടിൽ നിന്നാൽ ഞങ്ങൾക്ക് വലിയ ഭാരമാണ്. അയാളിൽ നിന്നൊരു ഗുണവും കിട്ടാനില്ല. പ്രായമായി, നാട്ടിലേക്ക് വരുമ്പോൾ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, എല്ലാ രോഗവുമുണ്ട്. ഇനി അയാളുടെ ഭാരം ഞങ്ങൾ പേറേണ്ടി വരും. ചിന്തിക്കൂ എന്റെ പ്രിയമുള്ളവരെ,
കരുണയുടെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. ആർക്ക്? മാതാപിതാക്കൾക്ക്. എപ്പോഴാണ് ഇത് ഏറ്റവും ആവശ്യം? പ്രായമുള്ള സമയത്താണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയല്ലോ, നിങ്ങളുടെ സാന്നിധ്യം പോലും ഒരുപക്ഷെ ഏറ്റവും വലിയ കരുണയായി മാറുന്ന ചില ഘട്ടമുണ്ട്. ആ ഘട്ടങ്ങളിൽ നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന കാര്യവും ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയോടുകൂടെ വർത്തിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. പലപ്പോഴും നമുക്ക് പറയാനുള്ളൊരു സംഗതി ഉണ്ടാവും ഇത് പറയുമ്പോൾ. ഞാനൊരിക്കൽ ഹജ്ജിന്റെ സമയത്ത് ഈ സംഗതി മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് അറഫയിൽ വെച്ച് സൂചിപ്പിച്ചപ്പോഴാണ് എന്നോട് ഒരാൾ അറഫൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഉസ്താദ് എനിക്ക് എന്റെ അമ്മാരോടും വാപ്പാരോടും വലിയ സ്നേഹം, ഉമ്മാരോടും വലിയ ഇഷ്ടം, എന്റെ ഭാര്യനോടും വലിയ ഇഷ്ടം, പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. രണ്ടും കൂടെ ഇടക്കിടക്ക് കൂട്ടിമുട്ടുകയാണ്, പ്രശ്നമാവുകയാണ്. അവിടെയാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഹിക്മത്തോടെ പെരുമാറാൻ വേണ്ടി പറഞ്ഞത്. അവിടെ രണ്ടും കൂട്ടിമുട്ടാൻ പാടില്ല. രണ്ടും കൂട്ടിമുട്ടാതെ നമ്മൾ കൊണ്ടുപോകണം. അവിടെയാണല്ലോ ഒരാൾ വിജയിക്കുന്നത്. അല്ലാഹു ആ വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മാത്രമല്ല, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആലോചിച്ച്, നിസ്കരിച്ചിട്ട് ദ്വാരക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നതാ ദ്വാരക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കും, നിസ്കരിച്ചു കഴിഞ്ഞ് ദുആ ചെയ്യണം, ഇന്നത് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന സ്ഥലത്ത് ഇന്നത് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു ഇല്ല. പല സ്ഥലത്തും ഇന്നത് ദുആ ചെയ്യണം എന്ന് പറഞ്ഞില്ല, ദ്വാരക്കണം എന്നേ പറഞ്ഞുള്ളൂ. എന്തിനേറെ ഹജ്ജ് കഴിഞ്ഞല്ലോ, അറഫയിൽ വെച്ച് ദുആ ചെയ്യ. അറഫയിൽ കാര്യമൊന്നും ചെയ്യാനല്ലോ. എന്താ ദുൽഹിജ്ജ 9 അറഫ എന്ന് പറയുന്ന ബൗണ്ടറിക്കകത്ത് 1 സെക്കൻഡ് ഉണ്ടാവുക. എന്താ അറഫയുടെ ലക്ഷ്യം? അറഫയിൽ ആ ബൗണ്ടറിക്കകത്തുണ്ടാവുക. ഇന്നത് ചെയ്യണം ചൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദ്വാരന്നോളൂ എന്നാ പറഞ്ഞത്. എന്നാൽ ഇന്നത് ദുആ ചെയ്യണം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കൂ, മിനയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമുണ്ട്. 2 ജംറകളുടെ അടുത്തും ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ അവിടെ വെച്ച് ഇന്നത് ദുആ ചെയ്യൽ നിർബന്ധമാണെന്ന് അല്ലാഹു പറഞ്ഞില്ല. ദുആ ചെയ്യാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ ഉണ്ടത് ചെയ്യാം. എന്നാൽ നോക്കൂ, നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ദുആ ചെയ്യേണ്ട പദം പോലും അല്ലാഹു നേരിട്ട് പഠിപ്പിച്ചതാണ്. എന്താണ് ആ പദം? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ, പടച്ചോനെ നീ അവരോട് കരുണ ചെയ്യണേ അല്ലാഹ്. കമാ റബ്ബയാനി സഗീറാ, അവർ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ. എന്താ പറയാൻ കാരണം? ചെറുപ്പത്തിൽ നമ്മളെ വളർത്തുന്നതിൽ അവർ കരുണ കാണിച്ചിട്ടുണ്ട്. ആ കരുണ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. ഒരുപാട് ഷഫീഖുമാർ കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു. ഒരുപാട് ഷഫീഖുമാർ ലോകത്തുണ്ടായിരുന്നു. ഷഫീഖ് നിങ്ങൾക്കറിയാലോ. ഒരുപാട് ഷഫീഖുമാർ സ്വന്തം അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി കാലടിച്ചു മുറിച്ചു. എങ്ങനെ ഒരു വാപ്പാക്ക് കഴിയും? എങ്ങനെ ഒരു ഉമ്മാക്ക് കഴിയും? അല്ലെങ്കിലും ചെയ്യാൻ കഴിയോ? കരുണയുള്ള ഏതെങ്കിലും മനസ്സിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചെറിയ കുട്ടിയെ അടി കൊണ്ടിട്ട് വീണ് കിടക്ക, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുന്നില്ല, വേച്ചു നടക്കുന്നു. കേരളമാ റിപ്പോർട്ട് വായിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കൾ വളർത്തുമ്പോൾ പോലും ആ പിതാവിന് മക്കളുണ്ടാകുന്ന കരുണ, ആ കരുണ ഓർക്കാനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അല്ലേ? നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ, വൃദ്ധനായ വാപ്പാക്ക് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വാപ്പാന്റെ കൈ പിടിക്കാൻ മകന് മടി. ഈ മകനോട് പറയാൻ, നീ മടിക്കാൻ പാടില്ല. കാരണം എന്താ? നീ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോ നിന്റെ കൈ പിടിച്ചത് വാപ്പയാണ്. അല്ലേ? വാപ്പയെ പിടിച്ചത്. എന്നിട്ടോ നമ്മളിങ്ങനെ നിൽക്കാൻ തുടങ്ങുമ്പോ എന്നാലോ വൃദ്ധനായ വാപ്പ എഴുന്നേൽക്കാൻ നോക്കുമ്പോ മോൻ പറയാം, വാപ്പ എന്തിനാ നീക്കി നടക്കണത്? വീട് പോകും വാപ്പ ഇടക്കിടന്നാലേ. എന്നാലോ എഴുന്നേൽക്കാൻ നോക്കുന്ന കുട്ടിയോട് ഇരിക്കൂ, നീ വീഴുന്നല്ല പറഞ്ഞത്. അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ടോ വാപ്പ തന്റെ ചൂണ്ടുവിരൽ കൊടുത്തു. ആ ചൂണ്ടുവിരൽ പിടിച്ചിട്ട് വാപ്പ നടക്കണ പോലെയാണ് മകനെ നടത്തിച്ചതെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ലെന്ന്. വാപ്പാന്റെ നടത്തം മകനനുസരിച്ച് വേച്ച് പതുക്കെ പതുക്കെ പതുക്കെ. എന്തൊരു പദമാണത്! എന്ന പോലെ പ്രായമാകുന്ന പിതാവിനനുസരിച്ചാവണം നിന്റെ നടത്തം. നിന്റെ നടത്തത്തിനനുസരിച്ച് വാപ്പയെ നടത്തുകയില്ല. വണ്ടിയിൽ കയറ്റ വാപ്പയെ പിടിച്ചു കൊടുത്തിട്ട് വണ്ടിയിലല്ലടി, പിന്നൊരു തള്ളിയിട്ട് ഡോറ് ഭും എന്ന് പറഞ്ഞ് ഡോറടക്കുകയില്ല. ഡോറടക്കുമ്പോൾ പോലും നീ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ ഒറ്റ കാര്യം തന്നെ പറഞ്ഞാൽ തീരില്ല. 2
എല്ലാ സ്ഥലത്തും അല്ലാഹു റഹ്മത്ത് പ്രയോഗിക്കാനാ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞെന്താ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകേണ്ടത് റഹ്മത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് റഹ്മത്ത്? പറയാൻ സമയമില്ല. മാത്രമല്ല, മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ ഉണ്ടാകേണ്ടത് പറഞ്ഞെന്നാൽ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും മക്കളിലേക്ക് ഒഴുകേണ്ടതും റഹ്മത്താണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മറ്റേ ഭാഗമൊക്കെ ഞാൻ വിട്ടുകളയുകയാണ്. ഞാൻ പറഞ്ഞത് ഈ റഹ്മത്ത് നമ്മൾ സാധാരണ പറയാറുള്ളത് കാരുണ്യ സംഗമം എന്നൊക്കെ പറയും. എന്തിനാ പറയാ? സാധാരണ ഇത്തരത്തിലുള്ള റിലീഫ് പ്രവർത്തനത്തിനൊക്കെ സംഗമിക്കണേ നമ്മൾ പറയും കാരുണ്യ സംഗമം. എന്നാ ഈ കരുണ എന്ന് പറഞ്ഞാൽ സംഗമത്തിൽ മാത്രമല്ലല്ലേ. കരുണ എന്നത് റിലീഫ് പ്രവർത്തനത്തിന് മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും കരുണയാണ്, റഹ്മത്താണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര തന്നെ. അള്ളാഹുവിന്റെ മുഖമുദ്ര റഹ്മത്താൻ, റസൂലുള്ളാഹിന്റെ മുഖമുദ്ര റഹ്മത്താൻ. അതേപോലെ മുഅ്മിനിന്റെയും മുഖമുദ്ര റഹ്മത്താകണം. സ്വഹാബികളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് റുഹമാഉ ബൈനഹും, അവർ പരസ്പരം റഹ്മത്തുള്ളവരാണ്. അതേ മുഖമുദ്ര തന്നെയാവണം നമ്മുടേതും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെവിടെ? എല്ലാ സ്ഥലത്തും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ റഹ്മത്ത് ഉണ്ടാവേണ്ടി. റഹ്മത്ത്, കരുണ. ഭാര്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അപ്പാടെ ദേഷ്യം പിടിച്ചിട്ട് എന്നാ 3 പിടിച്ചോ, ഞാൻ എന്റെ അടുത്ത് പോയിക്കോന്നല്ല പറയണ്ടേ. ക്ഷമിക്കുക, റഹ്മത്ത്, അവളോട് കരുണ ചെയ്യുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അതിനേക്കാളും വലിയ വീരന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നല്ല ധീരനാണ്, വീരനാണ്. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തും തോറ്റിട്ടില്ല. തോറ്റത് ആരുടെ മുമ്പിലാ? ഭാര്യന്റെ മുമ്പിൽ. തോറ്റത് ഭാര്യന്റെ മുമ്പിൽ. ഒരിക്കൊരാൾ വന്ന് ഡോറിനങ്ങനെ മുട്ടുന്നു. വീടിന്റെ അകത്തുനിന്ന് ഭയങ്കര ശബ്ദ കോലാഹലുണ്ട്. ഈ വന്ന ആൾ മെല്ലെ ചെവി വെച്ച് നോക്കി. അതിന് മുമ്പിൽ തിരിച്ചു പോവാ. വീട്ടിന്റെ കവാടത്തിനാരോ മുട്ടി എന്ന് കണ്ടപ്പോ വീട്ടിൽ ശബ്ദം നിലച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് വാതിലിന് ഡോറിന് മുട്ടി ആള് തിരിച്ചു പോവാ. അയാളെ വിളിച്ചുവേ, എന്താ ഡോറിന് മുട്ടിട്ട് തിരിച്ചു പോകണമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതേന്നു, എന്നിട്ടോന്ന് വെച്ചു. അല്ല, അങ്ങയുടെ ഡോറിന്റെ അടുത്ത് വന്നപ്പോ തന്നെ പരിഹാരം കിട്ടി, അതുകൊണ്ട് പോവാണ്. ചോദിക്കാൻ വന്നപ്പോ ഡോറിന്റെ അടുത്ത് തന്നെ വന്നപ്പോ പരിഹാരം എന്ന് വെച്ചു. അതേ പറഞ്ഞു. എന്താന്ന് വെച്ചു, എന്റെ ഭാര്യ എന്നെ എപ്പോഴും ചീത്ത പറഞ്ഞ് ഞാൻ അവസാനം ക്ഷമ കെട്ട് ത്വലാഖ് ചൊല്ലാൻ ഒരുങ്ങാണ്. നിങ്ങളോടൊന്ന് മശ്വറ ചെയ്യാൻ വന്നതാണ്. എന്നിട്ടോന്ന് വെച്ചു, ഞാനിവിടെ വന്നപ്പോ അങ്ങയുടെ വീട്ടിന്റെ അകത്ത് ഭയങ്കര ശബ്ദകോലാഹലം. ഞാനിങ്ങനെ ചെവി വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങയുടെ ഭാര്യ അങ്ങയോട് കയർത്ത് സംസാരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളെന്താ ചെയ്യുക? നിങ്ങളും ഉണ്ടാതിരിക്കാം. ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ അത്ര ഡിഗ്രി ഇല്ല, എന്റേത് കുറവാണ്. അതുകൊണ്ട് ഞാനും ഒന്നും ചെയ്യണ്ടെന്ന് കരുതി തിരിച്ചു പോകണം. അതാണ് റഹ്മത്ത്. വാപ്പയിൽ നിന്ന് മക്കളിലേക്ക് ഒഴുകേണ്ടത് റഹ്മത്താണ്. ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ റഹ്മത്താണ്. കുടുംബത്തിനിടയിൽ റഹ്മത്താണ്. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും റഹ്മത്താണ്. റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയും മുഖമുദ്ര റഹ്മത്താണ്. എല്ലാ സ്ഥലത്തും ഉണ്ടാകേണ്ടത് റഹ്മത്താണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്റെ സഹോദരങ്ങളോട്, നിങ്ങൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റായി കിടക്കുന്ന ഒരാളെ നിങ്ങൾ റോട്ടിൽ കണ്ടു, നിങ്ങളുടെ മനസ്സപ്പോൾ പറയേണ്ടത് എന്താ? പഠിച്ചോനെ, ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് പോലെ കയറ്റിയ ഞാൻ പിന്നെ കേസിന് പോണ്ടി വരും. നിങ്ങളുടെ മനസ്സ് വളരെ മോശമാണ്. ഞാനിവിടെ വണ്ടി നിർത്തിയാൽ കേസിന് പോകേണ്ടി വരും, എനിക്ക് ആ കുലുമാലൊന്നും കഴിയില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നുവോ, നിങ്ങളുടെ ആ പോക്ക് ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പോക്കാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, രക്തം വാർന്നൊഴുകുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അദ്ദേഹത്തെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനും കഴിയുമോ? അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രക്തം വാർന്നൊഴുകുന്ന ഒരാളുടെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാളുടെ ഫോട്ടോ ഒരാൾ എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ലൈവായിട്ട് എടുത്തതാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് വാട്സപ്പിൽ വന്നതാണ്, ഇന്നാള് മരിക്കണ രംഗം. അപ്പൊ ഞാൻ വിചാരിക്കാം, അത് എടുത്ത ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ സമയത്തോടടുക്കുകയാണല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം കരുണയുടെ പേരുള്ള സംഗമമായി അല്ലാഹു മാറ്റുകയും നാളെ മഹ്ശറയിൽ അല്ലാഹു ഇതിന്റെ പേരിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ
പറഞ്ഞത് എല്ലാ ഭാഗത്തുമുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ സംഗമം സംഘടിപ്പിച്ചത് തന്നെ കണ്ണൂർ ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ചികിത്സക്ക് വകയില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരയുന്ന, പഠിച്ചോനെ നീ ഒന്ന് വേഗം മരിപ്പിച്ചാൽ മതിയായിരുന്നു റബ്ബേ എന്ന് വേദനിച്ചു കരയുന്ന ഒരുപാട് കുടുംബങ്ങൾക്കുള്ള ആശ്വാസം എന്ന രീതിയിലാണ്. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സംഗമം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, നേരത്തെ ഇവിടെ സലാം ദാരിമി ഉസ്താദ് നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സജീവമായ ശ്രദ്ധയുണ്ടാകണം എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടെന്താ അറിയോ, ഇതൊന്നും പോരാന്ന്. എവിടെയൊന്നും നമുക്ക് നിർത്തിയാൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതിന്റെ 1% പോലും നമ്മൾ ഈ ചെയ്യുന്നതാകുന്നില്ല എന്നാണ് കണ്ണൂർ ജില്ലയുടെ മൊത്തം വിവരങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വർഷത്തിൽ 120 പേർക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത്. 120 പേർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇപ്പം നമ്മളെ കയ്യിലുള്ളൂ. കുറച്ചുകൂടെ ഡയാലിസിസ് മെഷീൻ ലഭിച്ചാൽ, നമുക്ക് കുറച്ചുകൂടെ വിശാലമായ സൗകര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. മരണത്തോട് മല്ലടിക്കുന്നവരാണ്. നമ്മൾ മൂത്രമടിച്ചിട്ട് ഞാൻ ഓർക്കുകയാണ്, ഒരാളടുത്ത് പോയേക്കുമ്പോൾ പറയാം, സാറേ ഭയങ്കര ദാഹം, പക്ഷെ ഡോക്ടർ വെള്ളം കുടിക്കേണ്ടത് ഇത്രേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാഹം തീരുന്നില്ല എനിക്ക്. വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പലപ്പോഴും പറയാൻ മറന്നു പോകാറില്ലേ? ഇത്ര വെള്ളേ കുടിക്കാൻ പാടുള്ളൂ. ഞാനൊരു കിഡ്നി രോഗിയാണ്, എന്റെ ദാഹം എനിക്ക് തീർന്നിട്ടില്ല ദിവസങ്ങളായി. പല കിഡ്നി രോഗികളും മരിക്കുന്നത് ഇങ്ങനെ ദാഹിച്ചു വലഞ്ഞ. എന്റെ സഹോദരങ്ങളെ, ഇനി എന്റെ ജീവിതം എന്ത് എന്ന് പകച്ചു നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരാശ്വാസമാകാൻ നമുക്ക് കഴിഞ്ഞാൽ, അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, ആ കരുണയുടെ ഹൃദയങ്ങളുടെ ഉടമസ്ഥർക്കാണ് അല്ലാഹു മഹ്ശറിൽ തന്റെ കരുണ അല്ലാഹു സുബ്ഹാനഹു വ തആല വീതിച്ചു നൽകുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാം, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം ഈ ഭാഗത്തേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സേവന പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു വർഷം 120 ആളുകൾക്ക് ഡയാലിസ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരു മാസം 120 ആളുകൾ എന്ന രീതിയിൽ 12 മാസം ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ളത്. 12 മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം 120 ആകുമ്പോൾ 12 മാസം 1440 പേർക്ക് ഡയാലിസ് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരാൾക്ക് ഡയാലിസ് ചെയ്യാനുള്ള പൈസ വരുന്നത് 700 രൂപയാണ്. പൂർണ്ണമായി സൗജന്യമാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത് തുടങ്ങിയിട്ട് പിന്നെ അത് സൗജന്യം എടുത്തു കളഞ്ഞിട്ട് ഒരു ചെലവ് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയാൻ തുടങ്ങി. പക്ഷേ അൽഹംദുലില്ലാ 2 കൊല്ലത്തോളമായി, ഒരു കൊല്ലത്തിന് മുകളിലായി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് സഹചാരിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പോലെയുള്ള കുറെ ആളുകളുടെ സഹായ സഹകരണമാണ് അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതിന് തന്നെ നമുക്കൊരു വർഷം ഭീമമായ സംഖ്യ വരുന്നുണ്ട്. 10,80,000 ഉറുപ്പിക, 11 ലക്ഷത്തോളം ഉറുപ്പിക ഏകദേശം അതിന്റെ എക്സ്പെൻസ് മാത്രം നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു കരുണയുള്ള ഹൃദയത്തിന്റെ ഉടമ എഴുന്നേറ്റ് വിചാരിക്കാം, ആ ഡയാലിസ് ചെയ്യുന്ന ഒരാൾ എന്റെ അനുജനോ ജേട്ടനോ ഉപ്പയോ ഉമ്മയോ എന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഏറ്റെടുക്കുന്നു, 10 ആളെ ഞാൻ ഏറ്റെടുത്തു. ഒരു മാസത്തെ 1,00,000 ചില്ലാനം ഉറുപ്പിക ചെലവ് ഞാൻ ഏറ്റെടുത്തു. ഒരു മാസം ഒരാൾക്ക് ചെയ്യാനുള്ള 1,00,000 ഉറുപ്പിക ഞാൻ ഏറ്റെടുത്തു. ഒരു മാസത്തെ എക്സ്പെൻസ് എന്റെ വകയിൽ. നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് എന്താണ്? ഇത് ദിർഹംസ് ആണോ? ഇന്ത്യൻ പൈസയാണ്. ഇവിടെ ഒക്കെ പറയുന്നത് ദിർഹംസ് ആയിരിക്കും അല്ലെ? നാട് മാറിയല്ലോ, ശരിയാണ്. അബ്ദുൽ കരീം എന്ന് പറയുന്ന സഹോദരൻ ഖൽബ 1100 ദിർഹംസ് ഡയാലിസിസിലേക്ക് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഈ സദസ്സിലെ ഉദ്ഘാടനം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, റബ്ബ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ഓർക്കുന്നത്, ഈ ഡയാലിസ് ഒരു 10,80,000 ഉറുപ്പിക എന്ന് പറയുന്നത് 1,00,000 ഉറുപ്പിക ഈ ഡയാലിസിലേക്ക് തരാൻ കഴിയാവുന്ന 11 പേരുണ്ടായാൽ ഇത് തീരാവുന്നതേ. അങ്ങനെ ഒരു 11 പേര് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? വേദനിക്കുന്നവരുടെ വേദന തീർക്കാൻ ജീവിതത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് 1 സെക്കൻഡെങ്കിലും ആശ്വാസത്തോടെ ജീവിക്കാൻ അള്ളാഹു നൽകുന്ന ആയുസ് അത്രയും 1 സെക്കൻഡെങ്കിലും ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ബനു ഇസ്രായേലിൽ വ്യഭിചാരിയായ ഒരു പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തത് എപ്പോഴാ? റസൂലുള്ളാഹി പറഞ്ഞത്, ആ പെണ്ണിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ദാഹം അനുഭവപ്പെട്ടു. ഒരു വെള്ളത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു. തിരിച്ചു കയറിയപ്പോ കണ്ടത് ദാഹം കൊണ്ട് മണ്ണ് കപ്പുന്ന നായയെ. ശ്രദ്ധിക്കണം നമ്മൾ ആ വാക്ക്.
ദാഹം കൊണ്ട് മണ്ണ് കപ്പുന്ന നായയെ കണ്ടു. ഈ സ്ത്രീ എന്ത് മനസ്സിലാക്കി? പഠിച്ചോനെ, എനിക്കനുഭവപ്പെട്ട പോലെയുള്ള ദാഹമല്ലേ ഈ വസ്തുവിനും അനുഭവപ്പെടുന്നത്, ഈ ജീവിക്കും. നേരെ ഇറങ്ങിയിട്ട് തന്റെ കാലിലെ ഷൂ അടിച്ചു. പാത്രമില്ല വെള്ളം കോരി കൊടുക്കാൻ, ഷൂ അടിച്ചു. എന്നിട്ട് ആ ഷൂയിൽ വെള്ളം കോരി കൊണ്ടുപോയി കൊടുത്തു. റസൂലുള്ളാഹി പറയാ, ഗഫറല്ലാഹു ലഹാ, വർഷങ്ങളോളം വ്യഭിചരിച്ചു നടന്ന് തിന്മ ചെയ്തു നടന്ന ആ പെണ്ണ് ഈ ഒരു നന്മ കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുകയും അദ്ഖലഹൽ ജന്ന, അല്ലാഹു ആ പെണ്ണിനെ സ്വർഗ്ഗത്തിൽ കടത്തുകയും ചെയ്തു. എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന പാവങ്ങളായ സഹോദരങ്ങളോട്, ജീവിതത്തോട് മല്ലടിക്കുന്ന ഇവർക്ക് വേണ്ടി ഒരു വർഷം നമ്മൾ ചെയ്യുന്ന ഈ ഡയാലിസിസിൽ 1,00,000 ഉറുപ്പിക ഏറ്റെടുത്തിട്ട് ഒരു മാസത്തെ ചെലവേറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. ഈ സംരംഭത്തിൽ ഏറ്റവും നല്ല സംരംഭം ഡയാലിസാണ്. അതാണ് ദുബൈക്ക് വേണ്ടി മാറ്റിവെച്ചത്. 1,00,000 കൊടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ കൊടുക്കാം, 50,000 എന്റെ വക അങ്ങനെ കൊടുക്കാം. പൂർണ്ണമായും ഇത് സൗജന്യമാണ്. ഞാനൊരു ഓർക്കുന്നത് 6,000 ദിർഹംസ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. 6,000 ദിർഹംസല്ലോ ഇത്ര വേണപ്പം? ഇത്രയും വേണ്ട, അതിന്റെ പിന്നെയും മൂല്യം ഇടിഞ്ഞതിന് എന്തെന്റെ, നിങ്ങൾ ആ ഇടിഞ്ഞത് മാത്രം കൊടുത്താൽ മതി. ആ മൂല്യം ഇടിഞ്ഞപ്പോ നിങ്ങൾക്ക് വന്ന ബാലൻസ് ഇല്ലേ, ആ ബാലൻസ് മാത്രം മാറ്റി വെച്ചാൽ 1 കൊല്ലം 1,00,000 കൊടുക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇതേപോലെ ഒരു ഫോം തരുന്നുണ്ടാവും. ഇതിന്റെ സംഘാടകർ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോം തരും. ആ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അഡ്രസ് നിങ്ങൾ എഴുതിയിട്ട് സൈൻ ചെയ്ത് നിങ്ങൾ അതിന്റെ വളണ്ടിയേഴ്സിന്റെ കയ്യിൽ കൊടുത്താൽ മതി എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, 190 പേർക്ക് ആണ് നമ്മൾ മരുന്ന് വിതരണം നടത്തുന്നത്. ഇപ്പോൾ 190 പേർക്ക് ഒരു മാസം. എന്നാൽ കണ്ണൂർ ജില്ലയിൽ 600 മഹലുണ്ട്. 600 മഹലിൽ ഏറ്റവും പാവപ്പെട്ട ഒരു രോഗിക്ക് ഓരോ മഹലിൽ നിന്ന് കൊടുക്കണം, 600 പേർക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന എവിടെ എത്തിയിട്ടില്ല. ഏറ്റവും പാവപ്പെട്ട ഒരു രോഗിക്ക് കൊടുത്ത 600 ആളുകൾക്ക് നമ്മൾ കൊടുക്കണം. മരുന്ന് വിതരണത്തിന് ഒരു രോഗിക്ക് നമ്മൾ ഒരു മാസം 500 റുപ്പികയാണ്, 500 റുപ്പികയുടെ മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. സഹചാരി നൽകുന്നത് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പലരുടെയും സഹായം മുഖേന ഇത് ഇതുവരെ നടന്നു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ നാട്ടിൽ നിന്ന് വയലിലും മറ്റുമൊക്കെ കിട്ടുന്ന പൈസ മുഖേന. ഇപ്പത് നാട്ടിൽ നിന്ന് നാട്ടിൽ ഒതുക്കാൻ പറ്റാവുന്ന എസ്റ്റിമേറ്റ് ആയതുകൊണ്ട്, ഒതുക്കാൻ കഴിയാത്ത എസ്റ്റിമേറ്റ് ആയതുകൊണ്ടാണ് ഗൾഫിലേക്ക് ഇതിന്റെ സംഘാടകർക്ക് കയറേണ്ടി വന്നത്. നിങ്ങൾക്കറിയാലോ, 4-5 കൊല്ലായി ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. സാധാരണ ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ ഉടനെ ഗൾഫിക്ക് കയറാന്നാ പറയല്. നമ്മളുടെ ഇതിന്റെ പ്രവർത്തകരുടെ ചിന്ത തന്നെ ഗൾഫുകാരെ ബുദ്ധിമുട്ടാക്കരുത് എന്നായിരുന്നു. പക്ഷേ ഇത് നാട്ടിൽ ഒതുങ്ങാവുന്ന എസ്റ്റിമേറ്റ് അല്ലാതെയായപ്പോഴാണ് നിങ്ങളെപ്പോലെയുള്ള സുമനസ്സുകളെ സമീപിക്കേണ്ടി വന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 1,00,000 ഒരു വർഷം നമുക്ക് വേണ്ടത് 11,40,000 ഉറുപ്പികയാണ് മരുന്ന് വിതരണത്തിന് വേണ്ടി വരുന്നത്. അതേപോലെ ചികിത്സാ സഹായം 200 പേർക്ക് 5,000 ഉറുപ്പിക വീതം 10,00,000 ഉറുപ്പികയാണ് ഒരു വർഷത്തതിന്റെ ഫണ്ട്. സുന്നത്ത് കർമ്മം ചെയ്യുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണോ? അതിനൊക്കെ പ്രത്യേക രേഖാ സംവിധാനം, പാവപ്പെട്ടവരെ കണ്ടെത്താനുള്ള സംവിധാനമുണ്ട്. ഒരു കുട്ടിയെ സുന്നത്ത് കർമ്മം ചെയ്ത് അതിന്റെ അനുബന്ധമായുള്ള കാര്യങ്ങളും നിർവഹിക്കാൻ 1,500 ഉറുപ്പിക വീതം 75 കുട്ടികൾക്കാണ് ഓരോ മാസം. അങ്ങനെ 13,50,000 ഉറുപ്പിക വിഷയത്തിലേക്ക് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മെഡിസിറ്റിയുടെ വാടക നേരത്തെ നിങ്ങളോട് പറഞ്ഞു. പുതിയ സംരംഭം എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ആട്ടിയൊടിക്കപ്പെടുന്ന വാപ്പമാർക്ക് വന്ന് താമസിക്കാൻ, അവർക്ക് അങ്ങനെ മുഅ്മിനായി മരിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന രീതിയിൽ നമ്മുടെ ഈ സംരംഭത്തിലെ ആ സംവിധാനമില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായൊരു നേതാവ്, ആളെ പേര് ഞാൻ പറയുന്നില്ല, പ്രമുഖനായൊരു നേതാവ് ഈ ഇരിക്കുന്ന സംഘാടകരിൽ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചത്, ഞങ്ങളുടെ നാട്ടിൽ, അയാൾ ആ മഹലിന്റെ വലിയ ഭാരവാഹിയാണ്, അദ്ദേഹം ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടൊരു വാപ്പയുണ്ട്, എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, കണ്ണൂർ ജില്ലയിൽ എവിടെ നോക്കുമ്പോൾ അങ്ങനെ സംവിധാനമില്ല. ഇയാൾ പറഞ്ഞു, കുടുംബത്തിലുള്ള മക്കളോട് സംസാരിച്ചു, മക്കൾ ഒരു നിലക്കും ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറില്ല, ദുസ്വഭാവമാണ്, വാപ്പയുടെ ദുസ്വഭാവം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശാലകൾ പറഞ്ഞു, ഇന്നാലിന്റെ സ്ഥലത്ത് ഒരു വൃദ്ധസദനമുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ അൽഹംദുലില്ലാ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന സഹോദരൻ 50,000 ഇന്ത്യൻ ഉറുപ്പിക. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 50,000 ഇന്ത്യൻ ഉറുപ്പിക അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന സഹോദരൻ ഈ ഡയാലിസിസിന്റെ വിഷയത്തിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ.
ഈ സംഭാവനയുടെയൊക്കെ പ്രത്യേകത എന്താ അറിയോ? സാധാരണ രീതിയിൽ നമ്മൾ ഒരാൾക്ക് 1000 രൂപ എടുത്തു കൊടുത്താൽ അയാൾ അറിയും നമ്മളാ കൊടുത്തത്. ഇത് ഈ ഡയാലിസ് ചെയ്യപ്പെടുന്ന ആൾക്ക് പോലും അറിയില്ല ഇത് ആരുടെ സഹായമാണ്. അപ്പൊ രഹസ്യമായ സ്വതക്കെ അർശിന്റെ തണൽ ലഭിക്കാൻ വരെ ഇടവരും. അള്ളാഹു അങ്ങനെയുള്ള സ്വതക്കയാക്കട്ടെ. റബ്ബേ, ആ പ്രിയപ്പെട്ട സഹോദരൻ എന്ത് ഉദ്ദേശത്തിലാണ് നൽകിയതെങ്കിലും അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അവർ ചെയ്ത ആ സ്വതക്കയുടെ മഹത്വം കൊണ്ട് അത്തരം ഒരു രോഗം കൊണ്ട് അവരെയോ കുടുംബത്തെയോ നീ പരീക്ഷിക്കരുത് റബ്ബേ. അതേപോലെ വേറെ സഹോദരൻ റാബിയ എന്ന് പറയുന്ന സഹോദരി 10,000 ഇന്ത്യൻ ഉറുപ്പിക. റാബിയ എന്ന സഹോദരി. അപ്പൊ ഭർത്താവിന്റെ തണലിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബനാ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ ആരെങ്കിലും അത്തരം രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ എല്ലാം നീ നിർമാർജനം ചെയ്യണേ റബ്ബേ. എന്നോടൊരു ഗൾഫുകാരന്റെ മകൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ആ സഹചാരിക്ക് ഒരു ലെറ്റർ തരൂ, വാപ്പാക്കൊന്ന് ഡയാലിസ് ചെയ്യാനാ. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു 3 മാസമായി വാപ്പ വന്നിട്ട്. വാപ്പ വന്നപ്പോ ഇതുവരെ വാപ്പാന്റെ കയ്യിലുള്ള പൈസ എടുത്തായിരുന്നു ഡയാലിസ് ചെയ്തത്. ഇപ്പൊ പൈസ ഒക്കെ തീർന്നു ഉസ്താദേ. ഞങ്ങളൊരു അത്യാവശ്യം ഇടത്തരം വാപ്പാന്റെ ജോലി കൊണ്ട് ജീവിച്ചു പോകുന്ന ഇടത്തരം കുടുംബക്കാരായിരുന്നു. വാപ്പാക്ക് ഗൾഫിൽ നിന്നാണ് കിഡ്നി ഫയലായത്. ഇപ്പൊ ഞങ്ങൾ അവശരായി, അതുകൊണ്ട് ലെറ്റർ തരുമോ എന്ന് ചോദിച്ചതും ഞാൻ ഓർക്കുകയാണ്. റബ്ബേ, അങ്ങനെ ഒരു വിധി ഈ കൂട്ടത്തിൽ ഒരാൾക്കും നീ വരുത്തരുത് അല്ലാ. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ, അതേപോലെ 10 വൃദ്ധരായ ആളുകളെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു തുടക്കം എന്ന രീതിയിലാണ്. സംരക്ഷണമില്ലാത്ത ആളുകൾക്ക് ഒരു സംരക്ഷണം കേന്ദ്രം തന്നെ ഇൻഷാ അല്ലാഹ് സഹചാരിയുടെ കീഴിൽ നമുക്ക് സ്ഥാപിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനായി 4500 രൂപയാണ് ഒരാൾക്ക് ഭക്ഷണം അടക്കമുള്ള ചികിത്സാ ചെലവ് കണക്കാക്കപ്പെടുന്നത്. 4,00,000 രൂപ ഒരു വർഷത്തേക്ക്, ഒരു മാസത്തേക്ക് 45,000 രൂപ, അങ്ങനെ 5,40,000 രൂപ ഒരു വർഷം അതിന്റെ ചെലവ് കണക്കാക്കപ്പെടുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംരംഭങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ആരായി വിഷയത്തിലേക്ക് സഹായിക്കാൻ തയ്യാറുള്ളവർ ദുആയിലേക്ക് നമ്മൾ കടക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വേഗം നിങ്ങളെ കയ്യിലുള്ള എന്തായാലും കുഴപ്പമില്ല. ഇന്ത്യന്റെ 10,000 രൂപ നാലകത്ത് ബഷീർ എന്ന് പറയുന്ന സഹോദരൻ മാഹി, അവർ ഇന്ത്യയുടെ 10,000 രൂപ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് നൽകുന്നുണ്ട്. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ബർക്കത്ത് ചെയ്യണേ അല്ലാ. അർഹമായ പ്രതിഫലം നീ നൽകണേ റബ്ബേ. ഇനി ആരാ ഈ സംരംഭത്തിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ഫോം തന്നിട്ടുണ്ടാകും. ആ ഫോമിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്, ഒരു മാസത്തെ ശമ്പളം, ഒരു മാസത്തെ ശമ്പളത്തിന്റെ പകുതി, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഈ സംരംഭം ഏറ്റെടുക്കണേ റബ്ബേ. നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. വളരെ പെട്ടെന്ന് നമ്മളുടെ സമയം ഇതാ കഴിയുന്നു. നമ്മൾ ദുആ ചെയ്ത് പിരിയാൻ ഒരുങ്ങുകയാണ്. മാക്സിമം സമയമാണ് ഹോട്ടലിലെ ആളുകൾ നമുക്ക് അനുവദിച്ചത്. അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ 15,000 ഇന്ത്യൻ ഉറുപ്പിക. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. വേഗം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര ചെറുതാണെങ്കിലും നിങ്ങളത് വളരെ പെട്ടെന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് അറിയിച്ചാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു സഹോദരൻ ഫാസിൽ എന്ന് പറയുന്ന സഹോദരൻ ഇന്ത്യയുടെ 10,000 രൂപ. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അവരുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ 10,80,000 രൂപയുടെ ഡയാലിസിന്റെ പദ്ധതിയിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ നൽകുന്ന ഈ സംഭാവന നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി മറ്റേതെങ്കിലും സംരംഭത്തിലേക്കാണ് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എഴുതുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നോനെയും പേരില്ലാത്ത ഒരാൾ 10,000 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലൂ നിങ്ങൾ. നമുക്ക് ഇവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. പേന എഴുതാനില്ലാത്ത ആളുകളെ വരുമ്പോ ചിലപ്പോ പേനൊന്നും എടുത്തിട്ടുണ്ടാവും, അല്ലെ വയലേക്കാൻ വന്നതാവും. എഴുതണമെന്ന് നേരത്തെ അറിയാണെങ്കിൽ ബഷീർ സാഹിബിന്റെ മാതിരി പോക്കറ്റിൽ പേനയും വെച്ച് വരുമായിരുന്നു. ചിലപ്പോൾ അത് അറിയില്ലെങ്കിൽ അടുത്തുള്ള ആളുകളോട് നിങ്ങൾക്ക് പേന വാങ്ങിച്ച് സഹായം തേടാവുന്നതാണ്. മനസ്സിലായല്ലോ? കാശ് ഇപ്പൊ തന്നെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. സംഘാടകർ നിങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്തുകൊള്ളും. ദുബായ് ഏറ്റവും നല്ല സംരംഭം ഡയാലിസ്, അത് ദുബായ് ഏറ്റെടുക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ. മുഹമ്മദ് റഷാദ് എന്ന് പറയുന്ന സഹോദരൻ നിങ്ങൾക്കൊരു തക്ബീർ ചൊല്ലണം. 1,00,000 രൂപ. അല്ലാഹ്
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ആ മനസ്സിന് നീ വലിയ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അർഹമുർ റഹീമീനായ അല്ലാഹ്, പടച്ച റബ്ബേ, നീ നൽകിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ആ സഹോദരൻ മനസ്സ് വെച്ചു നൽകിയ സ്വതക്ക നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു അവർക്ക് സ്വർഗത്തിലേക്കുള്ള നിധിയാക്കി കൊടുക്കണേ റബ്ബേ. നാളെ മഹ്ശറയിൽ നിന്റെ റഹ്മത്ത് നീ വാരി വിതറുമ്പോൾ പടച്ച റബ്ബേ, കരുണ ആവശ്യമുള്ളവരോട് ഈ സഹോദരൻ കാണിച്ച ആ കരുണക്ക് പകരം നിന്റെ റഹ്മത്ത് അവർക്ക് കൊടുത്ത് നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുഹമ്മദ് റഷാദ്, എന്തെങ്കിലും തിരിച്ചു ഓഫർ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഈ റഹ്മത്തിന്റെ ഒരംശമെങ്കിലും ചിലപ്പോൾ മഹ്ശറയിൽ വെച്ച് കിട്ടുന്നതാകും ഇതിന്റെ പ്രതിഫലം. ആരാ എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇനി ആരാ തയ്യാറുള്ളത്? സിറാജുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ 10,000 ഇന്ത്യൻ ഉറുപ്പിക, 10,000 ഇന്ത്യൻ ഉറുപ്പിക സിറാജുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അഷ്കർ KV മൂരിയാട് 10,000 ഉറുപ്പിക അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. അതേപോലെ പേര് പറയാത്തൊരു സഹോദരൻ 10,000 ഉറുപ്പിക അള്ളാഹുവെ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. അവരുടെയൊക്കെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അള്ളാഹ്. ഞാൻ ആരെങ്കിലും വേഗം എഴുതി അറിയിക്കൂ, ദുആയിലേക്ക് കിടക്കുകയാണ്. വേഗം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ നിങ്ങളതിൽ എഴുതി, നിങ്ങളുടെ പേര് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പേര് എഴുതിയിട്ട് പേര് പറയരുതെന്ന് ആദ്യം എഴുതണം, അവസാനം എഴുതിയാൽ പോരെ. ആദ്യം എഴുതണം. ഇപ്പൊ പേര് വായിച്ചിട്ട് ആദ്യം മുതൽ ആ താഴത്തേക്ക് വായിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യത്തെ എഴുതിയാൽ മതി. വളരെ പെട്ടെന്ന് നമ്മൾ ദുആ ചെയ്ത് പിരിയുന്നു. ഈ ഹോട്ടലുകാർ നമ്മളോട് കാണിക്കുന്നത് പോലെ ഈ വിഷയത്തിലുള്ള കരുണയും സ്നേഹവുമാണ്. അള്ളാഹുർക്ക് റബ്ബിന്റെ കരുണ ലഭിക്കാൻ ഇത് കാരണമാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. സംതൃപ്തമായ ഒരു വഅദ് പറയാൻ ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടില്ല ഇവിടെ വന്നിട്ട്, ഒക്കെ പിരിക്കാനായതുകൊണ്ട്. പിന്നെ എന്നോട് ചില ആളുകൾ പറഞ്ഞു, ഇങ്ങനെ പിരിച്ചാൽ നിങ്ങൾ പിരിവനാവൂലേ എന്ന് വെച്ചു. ഇതിന്റെ സന്തോഷം എന്താ അറിയോ? ഒരു ഫിൽസ് പോലും നിങ്ങൾ എനിക്ക് തരണ്ട, ഒരു ഫീസ് പോലും എനിക്ക് വേണ്ട. ഞാൻ ഈ വേദനകൾ ചിലത് കണ്ടതുകൊണ്ടാണ് ഇതിനോടൊപ്പം നിൽക്കാൻ ഞാൻ നിർബന്ധിതനായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അതേപോലെ സലീം, അബ്ദുസലീം എന്ന് പറയുന്ന സഹോദരൻ 500 UAE ദിർഹംസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ദുബായിലുള്ള സഹോദരൻ 5000 ഇന്ത്യൻ ഉറുപ്പിക അല്ലാഹുവെ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവെ റഹമായ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ. ഇനി ആരായി സംരംഭത്തിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സംഘാടകരുടെ കയ്യിൽ നിന്ന് ആ ഫോം വാങ്ങിച്ചു വേഗം വളരെ പെട്ടെന്ന് 10,000 ഉറുപ്പിക പേര് പറയാൻ ഉദ്ദേശിക്കാത്തൊരു സഹോദരൻ. ദുആയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ഒരു 11 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ ആറം എന്റെ സുഹൃത്താണ്. 10,000 ഇന്ത്യൻ ഉറുപ്പിക. പേര് പറയരുത്, 5,000 ഉറുപ്പിക. അതേപോലെ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി 5,000 ഉറുപ്പിക അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1,00,000 ഉറുപ്പിക തന്ന സഹോദരൻ, ഏറ്റ സഹോദരൻ അതിന്റെ പൈസയും ഇപ്പൊ തന്നെ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ അത് തരണമെന്ന് വിചാരിച്ചു വന്നതാവൂലെ, വേറെന്തോ ആവശ്യത്തിന് പോക്കറ്റിലുള്ള പൈസവും. കേട്ടി പറഞ്ഞത് കുറെ ലക്ഷം തരാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ലക്ഷം ഉണ്ടായി മനസ്സുണ്ടായാൽ ഇവിടെ ലക്ഷം വരും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കേട്ടി ചിലപ്പോ ഇങ്ങനെ നോക്കുമ്പോ കാണൂ പയാവസ്ഥാവിലെ ചിലപ്പോ മനസ്സിലായില്ല, അങ്ങനെ ആയിക്കൊള്ളുന്ന അങ്ങനെയാവാലോ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വേഗം പറയുന്നവർ പറയും. ഞാനത് പിരിക്കാൻ മെനക്കെടാത്ത എന്താ വെച്ചാൽ വഅദ് പറയാൻ സമയം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട. ഞാൻ ആകെ നോക്കുമ്പോ പിരിക്കാൻ തന്നെ വേണം 1 മണിക്കൂർ. എല്ലാറ്റിനും കൂടെ 1 മണിക്കൂറില്ല. അപ്പൊ ഞാനുള്ള സമയം ഒരല്പമെങ്കിലും ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി പറഞ്ഞത്. നാസിർ എന്ന് പറയുന്ന സഹോദരൻ 5,000 ഉറുപ്പിക. ഒരു സഹോദരൻ 500 ദിർഹംസ്. ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ. പടച്ച റബ്ബേ നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താൻ കഴിയുന്നവനാ റബ്ബേ. നീ ആ സ്വതഖയുടെ ബർക്കത്ത് കൊണ്ട് ആ രോഗത്തിൽ നിന്ന് സഹോദരിക്ക് നീ മുക്തി നൽകണേ റബ്ബേ. അല്ലാഹുവേ നീ മുക്തി നൽകണേ അല്ലാഹ്, നീ മുക്തി നൽകണേ റബ്ബേ. അതിനൊക്കെ സ്വതഖ സഹായകമാണ്. ദുആയിലേക്ക് കടക്കുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ 1,00,000 ഉറുപ്പിക കൊടുക്കാൻ പറ്റാവുന്ന 8-9 പേരും കൂടെ ഉണ്ടായാൽ ഡയാലിസ് എന്ന സംരംഭം ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഓരോ സ്റ്റേറ്റിൽ മാത്രമല്ല, കണ്ണൂർക്കാർ വലിയ മനസ്സുള്ള ആളുകളാണ്, വലിയ മനസ്സുള്ള ആളുകളാണ്.
വലിയ മനസ്സുള്ള ആളുകൾ മാത്രമല്ല, എന്നോട് തന്നെ പല ആൾക്കാരും പറയാറുണ്ട്, പല സ്ഥാപനത്തിന്റെയും കളക്ഷൻ ഇവിടെ വരുന്ന ആളുകൾ പറയാറുണ്ട്, എന്റെ ആ സംരംഭം വിജയിപ്പിച്ചത് കണ്ണൂർക്കാരാണ്. കൊടുക്കാൻ തീരെ മടിയില്ലാത്ത ആളുകളാണ്. അത് ഞാൻ അനുഭവസ്ഥനാണല്ലോ. വാരികോരി കൊടുക്കാന്ന് പറയും. എന്റെ നാട്ടുകാരൊക്കെ വന്നിട്ട് അത്ഭുതപ്പെട്ടു പോയി. മട്ടന്നൂർ വന്നിട്ട് ഓല് ചോദിച്ചു, ഇതൊക്കെ ആൾക്കാർ കൊടുക്കാൻ പറയുന്നത് തന്നെയാണോന്ന് ചോദിച്ചോ. കൊടുക്കാൻ പറയുന്നത് തന്നെയാണ്. മട്ടന്നൂരിലേക്ക് അനുഭവമുണ്ട്. 1000-ലേറെ പവൻ തന്ന നാട്ടുകാരാണ്, ഉമ്മമാരാണ് 463 വീട്ടിലുള്ള സഹോദരിമാർ. 1000-ലേറെ പവൻ. എന്നോടൊരാൾ ചോദിച്ചു, നിങ്ങൾ വാഗ്ദത്തം ചെയ്തത് എഴുതി വെച്ചത് പറഞ്ഞതാണല്ലോ, കിട്ടിയത് പറഞ്ഞതാണോ? കിട്ടിയത് പറഞ്ഞതാണ്. അതാ ജില്ലയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആ ജില്ലക്ക് വലിയ ബർക്കത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. വലിയ സ്നേഹമാണല്ലോ. എന്നോട് എന്റെ ഉമ്മ ചോദിച്ചത്, മോനെ കണ്ണൂർ ജില്ലയിലല്ലേ നമുക്ക് പണി കിട്ടൂലെന്ന് വെച്ചാണ്. ആ ഷക്കൂറിനെ കൊന്നപാട് എന്നോട് പറഞ്ഞു, ഇനി തിരിച്ചു പോരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് പറഞ്ഞു, മോനെ എന്റെ ഉമ്മാന്റെ കുട്ടീനെയും ചിലപ്പോ അങ്ങനെയൊക്കെ ആയാലോ എന്ന് വെച്ചാൽ. ഉമ്മാക്ക് വലിയ ബേജാറാം. പത്രമൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് വായിക്കും. 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ഇങ്ങനെ വായിക്കും. ഷക്കൂറിന്റെ കൊലപാതകം അന്ന് പത്രത്തിൽ വായിച്ചു. പിറ്റേ ആഴ്ച ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, മനുഷ്യനെ വായെ വെട്ടി നുറുക്കുന്ന പോലെ മനുഷ്യന്മാരെ വെട്ടിനുറിക്കുന്ന ജില്ലയോ എന്ന് ചോദിച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ അങ്ങനെയൊക്കെ വിരളമാണ്, പക്ഷേ എവിടെയും കാണാത്ത സ്നേഹമുള്ള ജില്ലയാണ്. അങ്ങനെ ദീനിനോട് നല്ല കാര്യത്തോടൊക്കെ വളരെ വലിയ സ്നേഹം. അതുകൊണ്ടാണ് നാസിർ ഫൈസി കൂടത്തായി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞു, ദുബായിക്കാ പോണത്, ഇങ്ങനെ സഹചാരിന്റെ പരിപാടി ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, വാപ്പനേക്കാളും വലിയ മോനാണ്. വാപ്പനേക്കാളും വലിയ മോനാന്ന് പറഞ്ഞാൽ മനസ്സിലായി. സ്റ്റേറ്റ് സഹചാരി നടത്തുന്നതിനേക്കാളും വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട് ജില്ലാ സഹചാരി. അതാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അത് നിങ്ങളുടെയൊക്കെ കൂട്ടായ്മ കൊണ്ട് സാധിച്ചതാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കണ്ണൂരിൽ ഓരോ വർഷവും റമദാനിൽ വരുന്ന ആരാ വേല കേൾക്കാൻ വലിയ അറിയോ? പാവങ്ങളാണ്, വളരെ സാധുക്കളാണ്. അവരവിടെ വന്നിട്ട് കയ്യിൽ ഒരു മോതിരം ഊരി കൊടുത്തു പോകും. എന്തിന്? ഡയാലിസിന് വേണ്ടി, ഡയാലിസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒരു മോതിരം, ഒരു വള അങ്ങനെ കൊടുത്തു പോയിട്ടാണ് ഈ സംരംഭം ഇതുവരെ നിലനിന്നത്. അള്ളാഹു എല്ലാ രീതിയിലും ഇത് വിജയിപ്പിച്ചു തരട്ടെ. ഒരു സഹോദരൻ 4 മാസം പ്രായമായ മകൾ പാല് കുടിച്ചാൽ ഛർദിക്കുന്നു, സുഖമാവാൻ അല്ലാഹുവേ ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ, അതിൽ നിന്ന് ആ കുട്ടിക്ക് നീ മോചനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ ഇടനെഞ്ചിന്റെ വേദനയ്ക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അതേപോലെ ഞാനിപ്പോ ഈ ഹജ്ജിൽ പോയപ്പോ ഹജ്ജിലുള്ള സഹോദരന്റെ കുടുംബത്തിലൊരു കുട്ടി ഇരട്ട പ്രസവിച്ചതാണ്, പെണ്ണ്. അതിൽ ഒരു കുട്ടി മുല കുടിക്കുന്നുണ്ട്, ഒരു കുട്ടി മുല കുടിക്കുന്നില്ല. എന്നിട്ട് ആ കുട്ടിക്ക് 1 വർഷമായി ആവശ്യമായ ഭക്ഷണ സാധനം നൽകുന്നത് പൈപ്പ് മുഖേനയാണ്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ, എന്നോട് പറയാണ്, ഒരു കുട്ടി മുല കുടിക്കുന്നു, ഒരു കുട്ടി മുല കുടിക്കാതിരിക്കുമ്പോ ഉമ്മായിയുടെ മനസ്സിന്റെ പ്രയാസാലോചിച്ചു ഗണികൾ. അല്ലാഹുവേ, ആ പരീക്ഷണത്തിൽ നിന്ന് കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഉസ്മാൻ RA എന്ന് പറയുന്ന സഹോദരൻ 5000 ഉറുപ്പിക, പേര് പറയരുത്, മകന്റെ അസുഖം സുഖപ്പെടാൻ വേണ്ടി 10000 ഉറുപ്പിക. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ 500 ദിർഹംസ്. അതേപോലെ മറ്റൊരു സഹോദരൻ 5000 ഉറുപ്പിക. അല്ലാഹുവേ, നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ടില്ലേ അല്ലെ? ആ പേപ്പർ ഫ്രീ. നിങ്ങൾക്ക് ബേജാറുണ്ടോ? പഠിച്ചനെ വാങ്ങിയാ കുടുങ്ങുമോ? അതില്ല. നിങ്ങൾക്ക് പോകുന്നതിനിടയ്ക്ക് എന്താണോ ഈ സംരംഭത്തിലേക്ക് കൊടുക്കാൻ പറ്റാവുന്നത്. ഒരു രോഗിക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യന്റെ 700 ഉറുപ്പികയാണ് ഒരു രോഗിക്ക് വരുന്ന ഡയാലിസിന്റെ പൈസ. 10 ആളുകൾക്കാണെങ്കിൽ 7000 ഉറുപ്പിക വരും. 7000 ഉറുപ്പികക്ക് ദിർഹംസ് എത്രയാവും? 400 അല്ലെ? ഒരു 420 ഉറുപ്പികയൊക്കെ വരും. 420 ദിർഹംസ് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അങ്ങനെ ഇത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ ഇവിടുന്ന് പോണതിന് മുമ്പ് നിങ്ങളുടെ പേര്, നമ്പറൊക്കെ എഴുതിയിട്ട് കൗണ്ടറിൽ നിങ്ങൾ കൊടുത്തു പോയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തും. മനസ്സിലായല്ലോ? സമയം വളരെ വിരളമായതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്ത് നമ്മൾ പിരിയുകയാണ്. അർഹമുർറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ സഹചാരി എന്ന സംരംഭം ഉണ്ടാകണം എന്നും എല്ലാ സഹോദരങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒട്ടേറെ പ്രവർത്തനം നമുക്ക് ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ ആ സംരംഭം ഒരു പാലിയേറ്റീവ് കെയർ, അതിനായി ഒരു സെന്റർ ഇപ്പൊ ഒരു ചെറിയ രീതിയിൽ തുടങ്ങുകയാണ്. സാധാരണ എല്ലാവരും തുടങ്ങല് വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങല. നമ്മൾ ആദ്യം തന്നെ സംരംഭം തുടങ്ങുന്നത്. പിന്നെ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദുആ ചെയ്യുന്നു. അതിനു മുമ്പ് തങ്ങൾക്ക് എന്തോ നിങ്ങളോട് പറയാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. ഏതായാലും ദുആ ചെയ്യുന്നതിന് മുമ്പ് വളരെ ക്ഷീണിതനായ ഹജ്ജൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ സദസ്സിൽ വന്ന് നമുക്ക് നസീഹത്ത് നൽകിയ ഉസ്താദിനെ എല്ലാവരും ഒന്ന് മുസാഫത്ത് ചെയ്യുകയും നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് ഈ സംരംഭത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്
എല്ലാവരും ഒന്ന് കടന്നു വരും ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി ആയില്ല, അത് നിങ്ങൾ ചെയ്യണതിന് മുമ്പ് മഹാനായ തങ്ങളവർകൾ പറഞ്ഞ് നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടത് തങ്ങളെ കയ്യിലാണ്. ഈ സദസ്സിൽ ഏറ്റവും നല്ല കൈ ഞാൻ നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടീന്റെ കൈയാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. നമ്മൾ ഈ സംരംഭങ്ങളൊക്കെ ഹൃദയത്തോട് ഏറ്റുപിടിച്ചത് ആ ഹബീബ് നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പൊ പുണ്യനബിന്റെ പേരക്കുട്ടി എന്തു തന്നെയായാലും അങ്ങനെയല്ലേ. നിങ്ങളൊക്കെ തങ്ങളെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ദുആ കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന ആ സമയത്ത് നമുക്ക് ഹോട്ടലുകാർക്ക് ഒരു ആശ്വാസം ചെയ്തു കൊടുക്കാൻ കഴിയും. അതും ഒരു റഹ്മത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? വലിയ വിഷയം നമ്മൾ പറഞ്ഞ വിഷയം ഹേടിയെത്താൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ദുആ കഴിയുന്നതിന് മുമ്പ് നിങ്ങളെ പോക്കറ്റിലുള്ള എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനും കൂടുതൽ ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് ഇന്ത്യന്റെ പൈസ ഉണ്ട് 1000 ഉറുപ്പിക. ഈ 1000 ഉറുപ്പിക ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പൊ കൊടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കൊക്കെ പകരമായിട്ട്. മനസ്സിലായല്ലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ടാണ്. ദുആ കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ കൊടുത്തു പോയാൽ മതി. നിങ്ങളെ കയ്യിലുള്ള പേപ്പറിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ ആ പേപ്പർ നിങ്ങൾ കീറിച്ചാടരുത്, പോക്കറ്റ് വെക്കുക. റൂമിൽ പോയിട്ട് 4 എന്താ കൊടുക്കാൻ കഴിയതിലേക്ക്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളിമാരുണ്ടാവും, ഓരോട് പറഞ്ഞാൽ ചെയ്യും. നല്ല മനസ്സുള്ള മുതലാളിമാരുണ്ടാവും. ഓരോട് നാളെയോ മറ്റന്നാളൊക്കെ പോയിട്ട് ഓരോ പേരൊക്കെ എഴുതിപ്പിച്ച് നിങ്ങൾക്ക് 1000 10,000 ദിർഹംസോ കയ്യിലേക്ക് കൊടുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതും വലിയൊരു ധർമ്മമാണ്. ആ പോക്കറ്റിൽ ആ പേപ്പർ അവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നു. നമ്മൾ ഒന്ന് കൂട്ടമായി നിന്ന് ദുആ ചെയ്യാണ്. തങ്ങളെ കയ്യിൽ നിങ്ങൾ ആ പൈസ കൊടുത്തു പോകുമ്പോൾ നിങ്ങളെ കയ്യൊക്കെ ഒന്ന് തരണം എനിക്ക്. അതെന്തിനാ? എനിക്ക് തരുമ്പോൾ ഒരു പൈസയിലുണ്ടാവരുത്, നിങ്ങളെ കൈ മാത്രം മതി. എന്തിനാണെന്നറിയോ? ആ സ്നേഹബന്ധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുവാനാണ്. ആ സ്നേഹബന്ധം അല്ലാഹു ഈ ബന്ധം നിലനിർത്തി തരട്ടെ. ചില ആളുകളൊക്കെ ചിലപ്പോൾ പറയും, നിങ്ങൾ എന്നോട് ഞാനൊരു ഈ മദീന യാത്രയിൽ പോകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയപ്പോൾ അയാൾ ഇങ്ങനെ തുറച്ചു നോക്കണ്ടോ. എന്നോട് ചുങ്ങളേടെ നിങ്ങളെടോ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇന്ന ഏടി കാണാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് ഞാൻ മുങ്ങാൻ ശ്രമിച്ചപ്പോൾ അയാൾ എന്നോട് ചുങ്ങൾ വയലു പറഞ്ഞ മൂല്യാരാണോ ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കലിന്. അപ്പൊ ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ എത്രയോ മനസ്സിന്റെ ഉടമകൾ അങ്ങനെ ദുആ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. നിങ്ങളൊക്കെ ഒന്ന് വന്ന് കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ കയ്യൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ആ സ്നേഹബന്ധം ഒന്നുകൂടെ രൂഢമൂലമാകും എന്ന് കരുതുകയാണ്. ഒരു ചെറിയ ദുആയോട് കൂടെ നിർത്തുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ വേണ്ടി അറഫയിൽ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെ നമ്മളെ കാണാതെ ദുആരുന്നെന്ന്. പടച്ചോനെ സ്നേഹിക്കുന്നവർക്കൊക്കെ നിന്റെ സ്നേഹം കൊടുക്കണേ എന്ന് അറഫായുടെ മണ്ണിൽ വെച്ച് ദുആ ചെയ്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്നതുകൊണ്ട് ഈ സമയത്ത് ഒരു ദീർഘമായ ദുആക്ക് ഞാൻ തുനിയുന്നില്ല, മാത്രമല്ല അതിന് അർഹനുമല്ല. ഇതെന്റെ തലയിലുള്ളത് കൊണ്ട് ഞാൻ നിർവഹിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു 3 സ്വലാത്ത് കൂടെ ചൊല്ലിക്കൊള്ളൂ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നല്ല ഖൽബറഞ്ഞ ആമീൻ പറഞ്ഞോളൂ. നിങ്ങൾ ആമീൻ അല്ലാഹു ഖബൂൽ ചെയ്യും. കാരണം പ്രവാസികളെ കുറിച്ച് ഞാനൊന്ന് വായിച്ചു നോക്കുമ്പോൾ, ഹദീസിലൂടെ ഒന്നിങ്ങനെ കണ്ണോടിച്ചു നോക്കുമ്പോൾ, പ്രവാസികൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെയും റസൂലുള്ളാഹി തുലനം ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളുടെ പ്രവർത്തനത്തോടാണ്. നാളെ ഇൻഷാ അല്ലാഹ് അബൂദാബിയിലെ വിഷയം പറഞ്ഞു. അബൂദാബിയിൽ നാളെ പറയാനുള്ള വിഷയം ഏത് ഒരു പ്രവർത്തനം പ്രവാസി ചെയ്യുന്നത് ഹദീസിൽ വായിച്ചു നോക്കുമ്പോഴും ഒക്കെ ശുഹദായിന്റെ പ്രതിഫലമാണ്. അവരുടെ മരണം വരെ. ബാക്കി നിങ്ങളോട് പറയണ്ടല്ലോ. നിങ്ങൾ ആമീൻ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഏറ്റവും കഷ്ടപ്പെടുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. ഓല ആമീന വേഗം അല്ലാഹു കബൂൽ ചെയ്യുന്ന കൽബറിഞ്ഞ് പറഞ്ഞോളൂ. അല്ലാഹു എല്ലാ വിഷമവും തീർത്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ ഞങ്ങളെ സ്തുതിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ സ്തുതികൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹു നിന്റെ കരുണയെ കുറിച്ച് ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം ഏതാണോ ആ സ്വഭാവം ഞങ്ങളിലും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിലും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കരുണയാക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ ജീവിതത്തിന്റെ എല്ലാ മേഖലയും കരുണ നിറഞ്ഞതാക്കി തരണേ അല്ലാഹ്. റബ്ബനാ ഞങ്ങളുടെ വാപ്പമാരില്ലാത്ത, ഞങ്ങളിൽ പിറന്ന മക്കളില്ലാത്ത, ഞങ്ങളുടെ വാപ്പയിലും ഉമ്മയിലും പിറന്നവരല്ലാത്ത സഹോദരീ സഹോദരങ്ങളുടെ വേദന അകറ്റാൻ എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കാനാണല്ലോ റബ്ബേ ഞങ്ങളെ ഒരുമിച്ച് കൂടിയത്. നീ ഖബൂൽ ചെയ്യണേ റബ്ബേ.
അല്ലാഹുവേ പടച്ചറബേ അവർക്ക് മുമ്പിൽ സമാധാനത്തിന്റെ റബ്ബേ, ആശ്വാസത്തിന്റെ കവാടം തുറക്കുകയാണല്ലോ റബ്ബേ. ഞാൻ ഇത്തരം പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത് അല്ലാഹുവേ. ഇതുപോലെയുള്ള കരുണയുള്ള ഒരുപാട് മനസ്സിന്റെ ഉടമസ്ഥരുടെ സഹായത്തോടെയാണ് റബ്ബേ അത് നടക്കുന്നത്. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിൽ വെച്ച് 1 ലക്ഷം ഉറുപ്പിക നിന്നെ സാക്ഷി നിർത്തി നൽകിയ സഹോദരനടക്കം 10,000, 50,000, 500 ഒക്കെ നൽകിയ 5,000 ഒക്കെ നൽകിയ സഹോദരന്മാരടക്കം എല്ലാവരും ചെയ്ത സ്വതക്ക നീ കബൂൽ ചെയ്യണേ. റഹ്മാനായ റബ്ബേ, ഞാൻ ഓർക്കുന്നു ഒരു സഹോദരനെ എടുത്തു ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. അതെ, വീടില്ല, സ്വന്തമായൊരു വീടില്ല, മൂത്ത മകളുടെ കല്യാണം അടുത്തിരിക്കുന്നു, എന്താണെന്ന് ചിന്തിച്ചിട്ടൊരു വഴിയില്ല. എന്റെ കയ്യിലുള്ള ഒരു മോതിരമുണ്ട്, സ്വർണ്ണാഭരണമായി എന്റെ ശരീരത്തിലാകൊരു മോതിരം. ആ മോതിരം ഞാൻ കിഡ്നി രോഗിയായി കഴിയുന്ന ഡയാലിസ് ചെയ്യാൻ വകയില്ലാത്തവരെ കഴിച്ചു തരുന്നു എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഞാൻ ഓർത്തുപോവുകയാണ് ഈ സമയത്ത്. റബ്ബനാ അല്ലാഹുവേ, പടച്ച റബ്ബേ, അങ്ങനെ മനസ്സ് വെച്ചു നൽകിയ ആയിരക്കണക്കാന ആളുകളുടെ സംരംഭമാണ് റബ്ബേ. അല്ലാഹുവേ, ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായി നിൽക്കുന്നത് റബ്ബേ ഇത്തരത്തിലുള്ള കരുണയുടെ സംഗമങ്ങളും സദസ്സുകളുമാണ്. നീ ഖബൂൽ ചെയ്യണേ റബ്ബേ, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, പ്രതിഫലം നീ നൽകണേ അല്ലാഹ്, ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും നീ സുഖപ്പെടുത്തി തരണേ അല്ലാഹ്. മാറാവ്യാധികളായ രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. റബ്ബന, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രോഗം ഞങ്ങൾക്ക് നീ നൽകരുത് അല്ലാഹ്. റബ്ബന, കിടന്ന കിടക്കത്തിൽ തന്നെ മലവും മൂത്രവും ഒഴിഞ്ഞു പോകുന്ന രോഗവും നീ നൽകരുത് അല്ലാഹ്. എന്റെ വാപ്പയൊന്ന് മരിച്ചിരുന്നെങ്കിൽ, എന്റെ ഉമ്മയൊന്ന് മരിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവേ എന്റെ ഇക്കാത്തെ ഒന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന റബ്ബേ, ഞങ്ങളുടെ കുടുംബം വിചാരിക്കുന്ന അവസ്ഥ വരെ ഞങ്ങളെ പിന്തിക്കരുത് അല്ലാഹ്. ഇത്തരം രോഗം ഞങ്ങൾക്ക് ആർക്കും നീ നൽകരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ മരിക്കുന്നതോടുകൂടെ ആ ശല്യം തീർന്നു കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തരുത് അല്ലാഹ്. പ്രവാസിയായി മരിച്ചുറപ്പെ ഫ്രീസറിൽ കിടന്ന നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയും ഈ കൂട്ടത്തിലൊരാൾക്കും നീ വരുത്തരുത്. ഞങ്ങളെ കാത്തിരിക്കുന്ന ഭാര്യമാരുടെ മുമ്പിലേക്ക്, മാതാപിതാക്കളുടെ മുമ്പിലേക്ക്, റബ്ബേ ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ മുമ്പിലേക്ക് മയ്യിത്തായി ചെല്ലേണ്ട അവസ്ഥ നീ വരുത്തരുത് അല്ലാഹ്. ഞങ്ങളുടെ പൊന്നു മക്കൾ യതീമായി പോകുന്ന അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കരുത് അല്ലാഹ്. ഞങ്ങളുടെ പൊന്നു മക്കൾ യതീമായി പോകുന്ന അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കരുത് അല്ലാഹ്. ജോലി സംബന്ധമായ പ്രയാസമുള്ള പലരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും റബ്ബേ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ജോലി ഉടമസ്ഥരുടെ ബുദ്ധിമുട്ട് അല്ലാഹുവേ, ജോലി ഉടമസ്ഥരെ പ്രയാസപ്പെടുത്തുന്നത് കാരണം അല്ലാഹുവേ വിഷമിക്കുന്ന പലരുമുണ്ടാകും. അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹുവേ. കടക്കണിയിൽ പെട്ട് കഴിയുന്നവരുണ്ടാകും അല്ലാഹുവേ, അവർക്ക് നീ സലാമത്ത് നൽകണേ. കടങ്ങൾ കിട്ടാനുള്ള വഴി നീ എളുപ്പമാക്കണേ. സ്വന്തമായൊരു വീട് വെക്കാൻ ആഗ്രഹിച്ചു വന്നവരുണ്ടാകും റബ്ബേ, അവർക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ നീ സാധിപ്പിച്ചു കൊടുക്കണേ. പെൺമക്കളുടെ കാര്യത്തിൽ മനസ്സ് വെച്ചു നിൽക്കുന്നവരുണ്ടാകും, അവർക്ക് ഹൈറായ ബന്ധം നീ അടുപ്പിച്ചു കൊടുക്കണേ റബ്ബേ. വിവാഹം കഴിക്കണമെന്ന താല്പര്യത്തിൽ കഴിയുന്ന ചെറുപ്പക്കാരുണ്ടാകും, അവർക്കും ഏറ്റവും നല്ല ബന്ധം നീ അടുപ്പിച്ചു കൊടുക്കണം. ഈ സദസ്സ് തുടങ്ങുമ്പോഴും ഒരു സഹോദരൻ എന്ന് പറഞ്ഞല്ലോ, മക്കളായില്ല ഇതുവരെ എന്ന്. അല്ലാഹുവേ, നിന്നോട് ദുആ ചെയ്തു ഇപ്പോഴും മക്കളായില്ലെന്ന് റബ്ബേ, ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ വേദന നീ ഏറ്റെടുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹുവേ, കുടുംബത്തിലെയും അയൽവാസികളെയും തൊട്ടടുത്തുള്ള വീട്ടിലെയും കുഞ്ഞു മക്കൾ തുള്ളിച്ചാടി കളിക്കുന്നത് കാണുമ്പോൾ റബ്ബനാ, അവരവരുടെ പിതാക്കന്മാരുടെ ശരീരത്തിന് പുറത്തു കയറിയും മടിയിൽ കിടന്നും ചാടിയും കളിക്കുന്നത് കാണുമ്പോൾ ഹൃദയം പൊട്ടിക്കറിയുന്നവർ അല്ലാഹ്, അവരുടെ ഹൃദയവേദനയ്ക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കൊടുക്കണേ റബ്ബേ, അവരുടെ വേദനയ്ക്ക് നീ അറുതി വരുത്തണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് റബ്ബേ നീ സ്വർഗം പകരമായി കൊടുക്കണേ അല്ലാഹ്. സ്നേഹം പകരമായി നൽകണേ അല്ലാഹ്. ഈ സംരംഭത്തെ നീ വിജയിപ്പിക്കണേ, എല്ലാ അർത്ഥത്തിലും നീ വിജയിപ്പിക്കണേ.
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ഈ കൊല്ലം ഹജ്ജിൽ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ. നീ ശുഹദാഇന്റെ പ്രതിഫലം നൽകണേ. റഹ്മാനിനായൊക്കെ നീ ശുഹദാഇന്റെ പ്രതിഫലം നൽകണേ. ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചുപോയി, കോഴിക്കോട്ടുകാരി. ചെറിയ പ്രായമുള്ളൂ, 11 വയസ്സുള്ള കുട്ടിയുണ്ട്. ഭർത്താവ് ഒഴിവാക്കിയതാണ്. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ 11 വയസ്സുള്ള കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഖുർആൻ ഹിഫ്ളിന് പഠിക്കാൻ ചേർത്തിട്ടായി കൊണ്ടുവന്നത്. മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോ കൂടെയുള്ള ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ മിക്കവാറും ഹജ്ജിന് മക്കത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല, എനിക്ക് ഇവിടെ മരിക്കണമെന്ന് പൂജയുണ്ട്. ആ പെണ്ണ് പറഞ്ഞു മദീനത്തിൽ തിരിച്ചു വന്നു. ഹജ്ജിന് അറഫയിൽ പോയി. അറഫയിൽ വെച്ച് വീണു. കാലിന് നീര് വന്ന് വീണു. അറഫയിൽ നേരെ പെരുന്നാളിന് മിനയിൽ വന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. മരണം. ഈ പെണ്ണ് ഒരു മുസാഹഫ് വാങ്ങിയിട്ട് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ ചെന്നാൽ കുട്ടിക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അള്ളാഹുന്റെ മോന് കൊടുക്കണം. നമ്മളൊക്കെ നാട്ടിൽ പോകാനും പലതും വാങ്ങി വെക്കാറില്ലേ? ആ സഹോദരി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചുപോയി. പടച്ചറപ്പാത്ത് അവർക്ക് പുറത്തു കൊടുക്കണം. നിക്കായ വളണ്ടിയേഴ്സ് അടക്കം KMCC അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുടെ സേവനം ഹജ്ജിലുണ്ടായിരുന്നു. അല്ലാഹുവൊക്കെ അർഹമായ പ്രതിഫലം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا صلى الله عليه وسلم. സംസ്ഥയിലൊക്കെ അല്ലാഹു രോഗശമനം നൽകട്ടെ. നമുക്കറിയാം വൈകുട്ടീസവർക്കൊക്കെ വേണ്ടി അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി يا رب صل عليه وسلم على جميع الأنبياء.